അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്ക് പരിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം, അതിൻ്റെ നൽകിയിട്ടുള്ള ടൈറ്റിൽ ഡീഫോൾട്ട് ആൻഡ് എക്സെപ്ഷൻസ്. പക്ഷേ അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും. അപ്പോൾ ഈ ഒരു സൂറത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു തഫ്സീർ, ആദ്യത്തെ 2 ഭാഗം നമ്മൾ ചെയ്തിരുന്നു. ആദ്യത്തെ 4-5 ആയത്തുകൾ ഒരല്പം വിശദമായിട്ട് തന്നെ നമ്മളതിൽ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ഈ സൂറത്തിനെ മൊത്തത്തിൽ നോക്കിക്കാണാനുള്ളൊരു ശ്രമമാണ്. ആദ്യത്തെ പല കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സൂറത്ത് അൽ മുൽക്ക്, അള്ളാഹുവിൻ്റെ ആധിപത്യം, കിങ്ഡം, അള്ളാഹുവിൻ്റെ ആ ഒരു അധികാരത്തെ അല്ലെങ്കിൽ ആ പവറിനെ സംബന്ധിച്ചാണ് സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം ആരുടെ കയ്യിലാണോ അവനാണ് എല്ലാ ബർക്കത്തിൻ്റെയും, അൽ മുബാറക്ക, ആ ബർക്കത്തിൻ്റെ എല്ലാം സ്രോതസ് അള്ളാഹുവാണ്. ആ ബറക്ക എന്നുള്ള പദമെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ആ ഭാഗത്ത്. എല്ലാ ആധിപത്യത്തിൻ്റെ, എല്ലാ പവറിൻ്റെയും സോഴ്സ് അള്ളാഹുവാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 107-ാമത്തെ വചനത്തിലും അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളിലെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അത് അള്ളാഹുവിനാണ്. സൂക്ഷ്മലോകവും സ്ഥൂലലോകവും, നമ്മൾ കാണുന്ന ലോകം, കാണാത്ത ലോകം, അതേപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷേ നമ്മൾ പരിശുദ്ധ ഖുർആൻ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിലുള്ള അള്ളാഹുവിൻ്റെ ആധിപത്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നു വരുന്നൊരു ചോദ്യം, അള്ളാഹുവിൻ്റെ ആ ഒരു ആധിപത്യം എന്നുള്ളത് അത് പ്രതിഫല നാളിൽ ആഖിറത്തിൽ മാത്രമല്ല, മാലിക് യൗമിദ്ദീൻ വ ദുനിയാവിലും അള്ളാഹുവിന് ആധിപത്യമുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് അവിടെ ആഖിറത്തിനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു പരീക്ഷണാർത്ഥം അള്ളാഹുവിൻ്റെ യുക്തിപ്രകാരം അധികാരത്തിൽ നിന്നും ചിലത് മറ്റുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാറുണ്ട്. അപ്പോൾ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്തിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളവനാണ് അള്ളാഹു. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആധിപത്യം നൽകും, ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും അത് എടുക്കുകയും ചെയ്യും. പലപ്പോഴും ഒരല്പനേരത്തേക്ക് ആധിപത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് തങ്ങൾക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം, അത് സദാ തങ്ങളിൽ നിലനിൽക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക്, ഒരു ഇല്യൂഷനിലേക്ക് ആളുകൾ എത്തിച്ചേരാറുണ്ട്, അഹങ്കാര നിമിത്തം. എന്നിട്ട് ആ ഒരു അധികാരത്തിൻ്റെ പുറത്ത് പാവങ്ങൾക്ക് മീതെ അക്രമങ്ങൾ, ദുൽമെല്ലാം അടിച്ചുവിടുന്ന ഏകാധിപതികളെ നമ്മൾ പലതവണയായിട്ട് ചരിത്രത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഏകാധിപതികളുടെയും ആ നേതാവായിട്ടുള്ള ഫിർഔനെ സംബന്ധിച്ച്, ആ ഫിർഔനും ഇതേ രൂപത്തിൽ അധികാരം കയ്യിൽ ലഭിച്ച സമയത്ത് അയാൾക്കുണ്ടായൊരു മിഥ്യാധാരണ സൂറത്ത് സുഖ്റുഫിൻ്റെ 51 52 ആയത്തുകളിൽ ആ ഫിർഔന് പറയുന്നത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അലൈസലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എനിക്കല്ല ഈ രാജ്യത്തിൻ്റെ ആധിപത്യം, എൻ്റെ കീഴിലൂടെയല്ല ഈ നദികളെല്ലാം ഒഴുകുന്നത്. ആ രൂപത്തിലെല്ലാം അഹങ്കാരത്തോടുകൂടെ ഫിർഔന് സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള സർവ്വ ഏകാധിപതികളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു സ്വഭാവ വിശേഷണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഫിർഔൻ്റെ സംസാരത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നുണ്ട്. അന അല്ലെങ്കിൽ ഇന്ദി ലീ, ഞാൻ എൻ്റെ, അതായത് അത്തരം ഏകാധിപതികളെല്ലാം അങ്ങേയറ്റം അവർ സെൽഫ് ഒബ്സസ്ഡായിരിക്കും, ആത്മരതിയിൽ നിർവൃതി പ്രാപിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ ഒരു പൈശാചിക ബാധ ഏറ്റുകഴിഞ്ഞാൽ, ഇപ്പോൾ പിശാചിൻ്റെ രോഗം അത് തന്നെയായിരുന്നു, അന ഖൈറുമിൻ, ഞാൻ മികച്ചവൻ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു അഹങ്കാരം. അബാ വസ്തക്ബറ വക്കാന മിനൽ കാഫിരീൻ. ഇത്തരം ഏകാധിപതികളും ആ സ്വന്തത്തിൽ മതിമറന്ന് ആ രൂപത്തിലുള്ള അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്നവരായിരിക്കും. പുറമേക്ക് അഹങ്കാരവും അകത്ത് ഭീരുത്വവും ഭയവും, ആ അധികാരം നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയത്തോടുകൂടെ ഇത്തരം ആളുകൾ അവർക്ക് ലഭിച്ച അധികാരത്തിൻ്റെ മിഥ്യാധാരണയിൽ അഹങ്കരിച്ച് അക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മാക്സിമം പോകാൻ അള്ളാഹു അവർക്ക് ആ കയർ അയച്ചിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അലാമാത്തുകൾ, അടയാളങ്ങളിൽ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെല്ലാം യജൂജ് മഅജൂജിൻ്റെ ആഗമനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭൂമിയിലേക്ക് വരും. ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളും അവരൊരു സ്ഥലത്തേക്ക് അവർ അഭയം പ്രാപിക്കും. ശേഷം
യജൂജ് മഅജൂജ് അവർ ഭൂമിയിലുടനീളം അക്രമങ്ങൾ അവരഴിച്ചുവിടും. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അവർ വധിക്കും. അതിനുശേഷം അവർ ആകാശത്തേക്ക് അവർ അമ്പെയ്യും. ആ സമയത്ത് ഖത്തൽനാ മൻ ഫിൽ അർള് ഫൽനഖ്തുൽ മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ വധിച്ചു, ഇനി ആകാശത്തിൻ്റെ അവകാശികളെയും ഞങ്ങൾ വധിക്കുന്നെന്ന് പറഞ്ഞ് അവർ ആകാശത്തേക്ക് അമ്പെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അമ്പ് ചെയ്യുന്ന സമയത്ത് അതേ അമ്പ് തിരിച്ചു വന്ന് അവരെ വധിക്കുന്നതിന് പകരം രക്തം പുരണ്ട അമ്പുകൾ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടെ കാണുന്ന സമയത്ത് ഇനി ആകാശത്തുള്ളവരെയും ഞങ്ങൾ വധിച്ചു, അതായത് അഹങ്കാരത്തിൻ്റെ തുങ്കതയിലേക്ക്, അതിൻ്റെ എക്സ്ട്രീം പീക്കിലേക്ക് എത്തുന്ന സമയത്താണ് അള്ളാഹു അവരെ പിടികൂടുന്നത്. അതിനുശേഷമാണ് ആ പിടുത്തം വരിക. അപ്പോൾ റസൂലുള്ളാഹി ഹദീസിലും പറയുന്നുണ്ട്, ഇന്നല്ലാഹ ല യുംലി ലിദ്വാലിമി ഫഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അക്രമികൾക്ക് അള്ളാഹു ഒരു അയവ് കൊടുക്കും, അവസാനം വല്ലാത്തൊരു പിടുത്തം അവരെ പിടിക്കും എന്നുള്ളത്. ശേഷം റസൂലുള്ളാഹി സൂറത്ത് ഹൂദിൻ്റെ 102-ാമത്തെ ആയത്തും അതിനോടൊപ്പം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യജൂജ് മഅജൂജ് അതിൻ്റെ ഒരു പീക്കിലെത്തിയ സമയത്ത് അള്ളാഹു ഒരു പ്രത്യേക വൈറസിനെ അയച്ച് അവരെ മുഴുവൻ അത് കാരണം അവർ ചത്തൊടുങ്ങുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫിർഔനും എൻ്റെ ആധിപത്യം എൻ്റെ കീഴിലൂടെ ഒഴുകുന്ന നദി എന്നെല്ലാം അഹങ്കരിച്ച് അഹങ്കാരത്തിൻ്റെ ആ ഒരു പാരമ്പര്യയിൽ എത്തിയ സമയത്ത് അതേ നദി അയാളുടെ മേലൂടെ ഒഴുക്കി അള്ളാഹു അയാളെയും നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. ആധിപത്യത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ, അതായിരുന്നു ചോദ്യം, സൂറത്തുൽ ഫാത്തിഹയിൽ ആ ഖിയാമത്ത് നാളിലുള്ള അള്ളാഹുവിൻ്റെ മുൽക്ക്, ആ അധികാരത്തെ സംബന്ധിച്ച് മാത്രം അവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ആ ആധിപത്യത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ അത് വെളിവാക്കുന്നത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അത് അള്ളാഹു തുറന്നു വെക്കുന്ന ദിനം അത് ഖിയാമത്ത് നാളാണ്, മാലിക് യൗമിദ്ദീൻ. അന്നത്തെ ദിനം ആ ഭൂമിയിൽ ഒരല്പനേരത്തേക്ക് ലഭിച്ച അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച മുഴുവൻ ഏകാധിപതികളും അവർ ഒരു ഉറുമ്പിനോളം ചെറുതായി മാറുമെന്നുള്ളതാണ്. അവരെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കും, സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ, അനൽ മലിക് അയിന മുലൂക്കുൽ അർദ്, ഇന്നത്തെ ദിവസം എനിക്കാണ് ആധിപത്യം, എവിടെ ഭൂമിയിലുള്ള അധികാരികൾ, അള്ളാഹു ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിൽ അഹങ്കരിച്ച ആ ഏകാധിപതികൾ, അഹങ്കാരികൾ, അവരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയ ആളുകൾക്കെല്ലാം അത് തിരിച്ചു ചെയ്യാനുള്ള അവസരം അള്ളാഹു അവിടെ വെച്ച് നൽകും എന്നുള്ളത്. ആ രൂപത്തിൽ അവിടെ നീതി നടപ്പിലാക്കും. സൂറത്തുൽ ഗാഫിറിൻ്റെ 16-ാമത്തെ ആയത്തിലും അള്ളാഹു അന്ന് ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം? ഏകനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും അന്ന് അധികാരം. അത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അന്ന് വെളിവാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ സൂറത്തിൻ്റെ പ്രാരംഭ വചനം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രണ്ടാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ, അവനാണ് മരണത്തെയും ജീവിതത്തെയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, നിങ്ങളിൽ ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ ആധിപത്യം അള്ളാഹ്ക്ക് മാത്രമാണ്, അവൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ജീവിത മരണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആധിപത്യം അള്ളാഹ്ക്ക് മാത്രമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആ ജീവിത മരണങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ കൺട്രോൾ അള്ളാഹിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. മനോഹരമായിട്ട് ഇത് രണ്ടും തന്നെ അള്ളാഹു ചേർത്ത് പറഞ്ഞതായിട്ട് സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിൽ 2-ാമത്തെ ആയത്തിൽ, ലഹു മുൽക്കു സമാവാതി വൽ അർളി യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് ആധിപത്യം. ഉടനെ തന്നെ അള്ളാഹു അവിടെയും പറയുന്നുണ്ട്, അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഭൂമിയിൽ ഒരാളും ഏത് ഏകാധിപതിയും ആ അധികാരം ശാശ്വതമായിട്ട് അവർക്ക് കൈയടക്കി വെക്കാൻ പറ്റുന്നില്ല. അവസാനം ആ മരണത്തിന് അവർ കീഴടങ്ങേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് ആൽ ഇമ്രാൻ്റെ ആ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള ആയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആയത്ത് 27-ാമത്തെ ആയത്തിൽ ഉടനെ അള്ളാഹു പറയുന്നത്, തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈൽ, ആ ഇരുട്ട് എന്നും സദാ ആ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, ഇരുട്ടിനെ മാറ്റി വെളിച്ചം വരുന്നത് പോലെ, ആ രാപ്പകലുകളുടെ മാറി മാറിയുള്ള പ്രയാണം പോലെ അധികാരവും ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ആ സമ്പൂർണ്ണമായിട്ടുള്ള ആകാശഭൂമികളുടെ ആ സർവാധിപത്യം എന്നെന്നും നിലനിൽക്കുന്ന അധികാരം അത് അള്ളാഹുവിങ്കൽ മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും വലില്ലാഹി മീറാസു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അനന്തരാവകാശം, ആ വിറാസ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എത്ര വലിയ ഏകാധിപതികൾക്കും അവരുടെ ആ ജീവിതത്തിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലല്ല എന്നുള്ളത്. അള്ളാഹ് കണക്കാക്കുന്ന സമയത്ത് അവർ കീഴടങ്ങി അവർ മടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, ഏകാധിപതിയുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ച സമയത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പോയിന്റ് സൂറത്തുൽ ബഖറയുടെ 258-ാമത്തെ ആയത്തിൽ
റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എൻ്റെ അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വാദമാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അയാൾ അതിനെ സമർത്ഥമായിട്ട് അതിനെ മറികടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ ഫിർഔനെ സംബന്ധിച്ചും ആ മരണത്തിൻ്റെ മുമ്പിൽ നിസ്സഹായനാകുന്ന ആ ഫിർഔൻ്റെ ചിത്രം പരിശുദ്ധ ഖുർആനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധികാരം എന്നുള്ളത് കേവലം ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഓർക്കുന്നത് മഹാനായിട്ടുള്ള ഭരണാധികാരി ഹാറൂൺ റഷീദ് റഹിമഹുല്ലാ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന സമയത്ത്, നിങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നിങ്ങളോട് ഒരല്പം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഓഫർ ചെയ്യാണ്, എന്നിട്ട് പകരം ആ രാജ്യത്തിൻ്റെ പകുതി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് നൽകുമോ? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നൽകും. മറ്റൊരു സൈഡ് പോയിന്റ് സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തെ ആയത്ത് ആ വെള്ളത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്, ചേർത്ത് വായിക്കുക. ശേഷം ഉടനെ അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങളത് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ വെള്ളം പുറത്തേക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അത് പരിഹരിക്കാൻ ആ ബാക്കിയുള്ള ആ ഒരു രാജ്യത്തിൻ്റെ പകുതി കൂടെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നൽകും. അപ്പോൾ ആ പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ആധിപത്യത്തിൻ്റെ, നിങ്ങളുടെ മൊത്തം അധികാരമണ്ഡലത്തിൻ്റെ വില ഒരു ഗ്ലാസ് വെള്ളത്തിനോളം വരുവുള്ളൂ അല്ലേ? ആ രൂപത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് അധികാരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ശേഷം ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മറ്റൊരു ചർച്ച, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജീവിതത്തെയും മരണത്തെയും എന്നല്ല പറഞ്ഞത്, തിരിച്ചാണ് അള്ളാഹു പറയുന്നത്, അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വിശദീകരണം നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു, അവിടെ പറയാത്ത ചിലതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആയത്തിനെ പൊതുവെ നമ്മൾ മനസ്സിലാക്കാറുള്ളത്, തീർച്ചയായിട്ടും ആദ്യം നമ്മൾ നിർജീവാവസ്ഥയിലായിരുന്നു, അതിനുശേഷം ആ മരണാവസ്ഥയിലായിരുന്നു, ശേഷം അള്ളാഹു ജീവൻ നൽകി ജീവിതത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ 29-ാമത്തെ ആയത്തിലും കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. അപ്പോൾ ആദ്യം മരണത്തിലായിരുന്നു, പിന്നീട് ജീവിതം അള്ളാഹു നൽകുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് എന്നുള്ളത് ആ മരണമാണ്. അപ്പോൾ ജീവിതം എന്നുള്ളത് ഒരു എക്സെപ്ഷൻ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആ ഡീഫോൾട്ട് സ്റ്റേജ് മരണം, അള്ളാഹു നമുക്ക് ആ ജീവൻ നൽകി നമ്മളെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ആ ജീവനുള്ള എല്ലാം, നമ്മൾ മാത്രമല്ല, ജീവനുള്ള എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വെന്റിലേറ്ററിലാണ്, ആ രൂപത്തിലാണ്. ആ ഓക്സിജൻ സപ്ലൈ അള്ളാഹു നിർത്തുന്നതോടുകൂടെ നമ്മുടെ ആ ഡീഫോൾട്ട് സ്റ്റേജിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകും എന്നുള്ളത്. ഈ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക, അത് പിന്നീട് നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ സൂറത്ത് ഗാഫിറിൻ്റെ 11-ാമത്തെ ആയത്തും ചേർത്ത് വായിക്കുക, ഖാലു റബ്ബന അമത്തന സനതൈനി വഹ്യൈതന സനതൈൻ. അപ്പോൾ അവിടെയും അള്ളാഹു അക്കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചർച്ചയിലേക്ക് വരാൻ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് ആയത്തിനെ നോക്കി കാണാറുള്ളത്. വ്യത്യസ്ത രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു മനോഹരമായിട്ടുള്ള വിശദീകരണം, അപ്പോൾ അവിടെ ആദ്യം മരണം പിന്നീട് ജീവിതം പറയുമ്പോൾ ആ മരണം എന്നുള്ളത് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന, നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ മരണത്തെ സംബന്ധിച്ച് തന്നെയാണ്. അതായത് ആദ്യത്തെ നമ്മുടെ മരണം പിന്നീട് ഹയാത്ത് എന്നുള്ളതിൻ്റെ വിപക്ഷ ആ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ ഐഹിക ജീവിതത്തെ ആ മരണത്തോടും ആഖിറത്തിൽ വരാനിരിക്കുന്ന ആ ജീവിതത്തെ ജീവിതത്തോടും അള്ളാഹു ഉപമിച്ചിരിക്കുകയാണ്. മനോഹരമാണ്. കാരണം യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ളത് ആഖിറത്തിലുള്ള ജീവിതമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല സ്ഥലത്തും അതേ ആശയം കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ഫജ്റിൻ്റെ 24-ാമത്തെ വചനത്തിൽ യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഇപ്പോൾ മരണാനന്തര ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരാളുടെ വിലാപാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ എൻ്റെ ഈ ഒരു ഹയാത്തിന് വേണ്ടി, എൻ്റെ ഈ ഒരു ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ ഹയാത്ത് എന്നുള്ളതിൻ്റെ വിപക്ഷ മരണാനന്തര ജീവിതമാണ്. അതേ ആശയം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 64-ാമത്തെ വചനത്തിൽ വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹ്വും വലഇബ്, ഐഹിക ജീവിതം എന്നുള്ളത് കേവലം വിനോദങ്ങൾ, കളിതമാശകൾ മാത്രമാണ്. വ ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗകാനു യഅലമൂൻ, യഥാർത്ഥത്തിലുള്ള ജീവിതം അത് ആഖിറത്തിലാണ്, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം അത് അവിടെ മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും ഈ ഒരു തീം കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് മനുഷ്യൻ ആ ബീജത്തിൽ നിന്ന് രൂപപ്പെടുത്തി, അവൻ രൂപപ്പെട്ടതിന് ശേഷം സൂറത്തു അബസയിൽ സുമ്മ സബീല യസ്സറ, ആ ഗർഭപാത്രത്തിൽ നിന്നും അവന് പുറത്തേക്ക് വരാൻ. ശേഷം അള്ളാഹു ജീവിതത്തെ സംബന്ധിച്ചല്ല പറയുന്നത്, ഉടനെ തന്നെ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ആയത്ത് 21-ാമത്തെ വചനത്തിൽ സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നീട് അവന് മരണപ്പെടും, പിന്നീട് മരണത്തിന് ശേഷമുള്ളതാണ് അള്ളാഹു പറയുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിലും അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ വിശദമായിട്ട് പ്രതിപാദിച്ചതിന് ശേഷം സുമ്മ ഖലഖന നുത്ഫത അലഖതൻ ഫഖലഖന അലഖത മുദഅ, ഓരോന്നും അള്ളാഹു പറഞ്ഞു. അവസാനം ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹു ഏറ്റവും നല്ല സൃഷ്ടികർത്താവണമെന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ജീവിതമല്ല, പിന്നീട് അടുത്ത ആയത്തിൽ 15-ാമത്തെ വചനത്തിൽ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ,
പിന്നീട് നിങ്ങൾ മരണപ്പെടും, പിന്നീട് മരണാനന്തരം ഉള്ളതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഐഹിക ജീവിതത്തിന് അള്ളാഹു നൽകുന്ന ആ ഒരു പ്രാധാന്യം ഇപ്പോൾ റസൂലുള്ള ഹദീസിലും പറയുന്നുണ്ട്. ഒരു കൊതുകിൻ്റെ ചിറകിനോളെന്നെല്ലാം റസൂലുള്ള ഹദീസിലും പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളിലും റസൂലുള്ള ഓരോ കാര്യം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ സമയത്ത് അല്ലാഹുമ്മ അൻതൽ ഹഖ് വഅദുക്കൽ ഹഖ് വൽ മൗത്തു ഹഖ് വൽ ജന്നത്തു ഹഖ് വൻ നാറു ഹഖ്, മരണം സത്യമാണ്, അതേപോലെ തന്നെ സ്വർഗം നരകവും, അതേപോലെ തന്നെ അള്ളാഹുവിനുമായിട്ടുള്ള കണ്ടുമുട്ടൽ അതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നില്ല. കാരണം ഇപ്പോൾ പറയാറുണ്ട് ജീവിതം എന്നുള്ളത് ഫുൾ ഓഫ് അൺസേർട്ടനിറ്റി, അത് മുഴുവൻ ഉറപ്പില്ലായ്മ, അനിശ്ചിതത്വമാണ്. ഉറപ്പില്ല, യാതൊരു ഗ്യാരണ്ടി ഉറപ്പില്ലാത്ത ജീവിതത്തിൽ നിശ്ചിതമായിട്ടുള്ള ഉറപ്പുള്ള ഏക കാര്യം അത് മരണം മാത്രമാണ്. അൽ മൗത്തു ഹഖുൻ. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം എന്നുള്ളത് അത് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതമാണ്. അപ്പോൾ ആ രൂപത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ആ രൂപത്തിലും അവർ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിക്കാനുള്ള കാരണം ആയത്തിൻ്റെ അടുത്ത ഭാഗം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിൽ ധാരാളം അക്സറു അമല എന്നല്ല പറഞ്ഞത്, മറിച്ച് അഹ്സനു അമല, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ അള്ളാഹു ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയാണ് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു പിരമിഡ് ആദ്യം ഇസ്ലാമാണ്, അതായത് മുസ്ലിമാണ്, ശേഷം മുഅ്മിനാണ് ഈമാൻ, അതിനുശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് മുഹ്സിനാണ്, ഇഹ്സാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇഹ്സാനോടുകൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിർവചിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പോയിന്റിലേക്ക് പിന്നീട് നമ്മൾ വരും. റസൂലുള്ളാഹി പറഞ്ഞു അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ പ്രവർത്തിക്കുക, അതാണ് ഇഹ്സാൻ. ഇപ്പോൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നതിലല്ല കാര്യം, മറിച്ച് ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും ആ ഖുശൂഅോടുകൂടെ അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ ചെയ്യുക. അതോടൊപ്പം റസൂലുള്ള മറ്റൊരു ഹദീസിലും അഹബ്ബുൽ അഅ്മാലു ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യം കുറച്ചാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യുക, അതായത് ആ ഒരു കൺസിസ്റ്റൻസി, സ്ഥിരത, സദാ ചെയ്യുന്ന കാര്യങ്ങൾ, എപ്പോഴെങ്കിലല്ല മറിച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വല്ലപ്പോഴും രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിൽ ആ ഒരു ക്വാളിറ്റിയോടുകൂടെ കർമ്മങ്ങൾ ആര് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ ജീവിത മരണങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഐഹിക ജീവിതം എന്നുള്ളത് മൊത്തത്തിലൊരു ടെസ്റ്റാണ്. നമ്മുടെ ഭൂമി ഒരു എക്സാം ഹാള് പോലെ നമ്മൾ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ചില ആളുകൾ ക്രൂരതകൾ, പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ക്രൂരതകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? ചില സമയത്ത് ഇപ്പോൾ അവിടെ ഒരാൾ എക്സാം എഴുതുന്ന സമയത്ത് തെറ്റെഴുതുന്നത് എക്സാമിനർ കണ്ടാലും അയാൾ അവിടെ വെച്ച് തിരുത്താൻ പോകില്ല. കാരണം തിരുത്തിക്കഴിഞ്ഞാൽ പിന്നീട് എക്സാമിന് യാതൊരു അർത്ഥമില്ലാതെ വരികയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വാല്യുവേഷന് കൃത്യമായിട്ടുള്ളൊരു ദിനം വരാനുണ്ട്. ആ സമയത്താണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ കൃത്യമായിട്ട് ആളെ അനുഭവിക്കേണ്ടി വരിക. അതേപോലെ തന്നെയാണ് അത് മറ്റൊരു കാര്യം ഓർക്കുന്നത്. അടുത്ത കാലത്ത് ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അതായത് ഈ രൂപത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഓപ്പിയം അല്ലെങ്കിൽ കഞ്ചാവ്, അതേ രൂപത്തിലുള്ള ചെടികളെല്ലാം എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? അത് സൃഷ്ടിച്ചത് കൊണ്ടല്ല ആളുകൾ ഉപയോഗിക്കുന്നത്. ആ രൂപത്തിൽ ചോദിച്ച സമയത്ത് അയാൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, അയാൾ രസകരമായിട്ട് മറുപടി പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്തിനാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ എന്തിനാണ് നിരവധി ഓപ്ഷന് പരീക്ഷയ്ക്ക് നൽകുന്നത്? ABCD അതെന്തിനാണ്? ആ ശരി ഉത്തരം മാത്രം നൽകിയാൽ പോരെ, അങ്ങനെയാണെങ്കിൽ എളുപ്പമായില്ല എന്നുള്ളത്. അതാണ് ആ പണ്ഡിതൻ മറുപടിയായിട്ട് പറഞ്ഞത്. അതേ രൂപത്തിൽ അള്ളാഹു ശരിയും തെറ്റും കൃത്യമായിട്ട് നൽകിയതിന് ശേഷം അതിൽ നിന്നും ആരാണ് ശരി തിരഞ്ഞെടുക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള ടെസ്റ്റ്. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ കഹ്ഫിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അള്ളാഹു അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ രൂപത്തിലുള്ള സീനത്തുകൾ, അലങ്കാരങ്ങളെല്ലാം ഈ ഭൂമിയിൽ വെച്ചത് ഇതേ രൂപത്തിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആരാണ് ആ റൈറ്റ് ചോയ്സ്, അത് കൃത്യമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അതെല്ലാം നൽകിയതെന്നുള്ളത്. അപ്പോൾ ഈ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ശേഷം വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ ഏറെ പ്രതാപിയാണ്, അജയ്യനാണ്, അതേപോലെ തന്നെ അൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് അവസാനം ആയത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. മനോഹരമാണ്. കാരണം അള്ളാൻ്റെ ആ ആധിപത്യം, ആ ഡൊമൈൻ, അത് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ സൃഷ്ടികൾക്ക് മീതെ അവനാണ് ആ സമ്പൂർണ്ണമായിട്ടുള്ള സർവാധിപത്യം. അവനറിയാതെ ഭൂമിയിൽ ഒരു ഇല പോലും വീഴുന്നില്ല, പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഒരു ആധിപത്യം ഉപയോഗിച്ച് ആ സൃഷ്ടികളോട് ക്രൂരതയും അനീതിയും മറ്റൊന്നും ചെയ്യാതെ
അവരോട് സദാ കാരുണ്യവും, അതായത് അവനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് പോലും നൽകാൻ മാത്രം കരുണയുള്ളവനും സദാ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ ആ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞ സമയത്ത് ആര് നന്മ തിന്മകൾ തിരഞ്ഞെടുക്കും എന്നുള്ള പരീക്ഷണമാണ്. അതിൽ ഒരാൾ തിന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തിന്മ തിരഞ്ഞെടുത്ത ആളെ ഉടനെ തന്നെ ശിക്ഷിക്കാൻ ഉള്ള അധികാരവും ശക്തിയെല്ലാം അള്ളാഹ്ക്ക് ഉണ്ടെങ്കിലും അതല്ല അള്ളാഹു അവിടെ പറയുന്നത്. മറിച്ച് അവന് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവൻ എത്ര തെറ്റ് ചെയ്താലും പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അവന് പുറത്തു കൊടുക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി 3 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സൃഷ്ടികളിലേക്ക്, പ്രധാനമായിട്ടും വാനലോകത്തേക്ക്, സബഅ സമാവാത്തിൻ തിബാഖ, 7 വാനലോകങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതും മനുഷ്യജീവിതമായിട്ടുള്ള ബന്ധം നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ വാനലോകത്തേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ആവർത്തിച്ച് അള്ളാഹു ക്ഷണിക്കുന്നുണ്ട്. കാരണം അതാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും ഭീമാകാര, ഏറ്റവും മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന ഏറ്റവും വലിയ സൃഷ്ടി എന്നുള്ളത് ആ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചം സദാ സൃഷ്ടാവിൻ്റെ ആ മഹത്വം, സൃഷ്ടാവിൻ്റെ വലുപ്പവും അതേസമയം നമ്മുടെ ചെറുപ്പമാണ് അത് സദാ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. അത് ചെവിയുള്ള ഏതൊരാൾക്കും, ഹൃദയത്തിൽ കിബറില്ലാത്ത ശുദ്ധഹൃദയമുള്ള ഏതൊരാൾക്കും ആ വിളി കേൾക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഗാഫിറിൻ്റെ 57-ാമത്തെ വചനത്തിൽ ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ലഖൽഖു സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹു പറയുന്നുണ്ട്, ആകാശഭൂമികളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം. കാരണം മനുഷ്യൻ എന്നുള്ളത് അതിനു മുമ്പിൽ ഒന്നുമല്ല, നിസ്സാരനാണ്. അത്രയും ഭീമാകാരമായിട്ടുള്ള സൃഷ്ടിയാണ് അള്ളാഹു, ആ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധിക ആളുകളും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വാനലോകങ്ങളിലേക്കും ഭൂമിയിലേക്കും ഭൂമിയിലുള്ള സൃഷ്ടികളിലേക്കും നോക്കാൻ അള്ളാഹു ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അള്ളാഹു ഒട്ടകത്തിലേക്കും ജീവജാലങ്ങളിലേക്കും അതേപോലെ തന്നെ പർവ്വതങ്ങളിലേക്കെല്ലാം മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഉപരിപ്ലവമായിട്ടുള്ളൊരു നോട്ടത്തെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്. ഫർജിഇൽ ബസർ, അതിനുശേഷം അടുത്ത ആയത്തിലും സുമർജിഇൽ ബസറ കറത്തൈൻ, വീണ്ടും 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 ആവർത്തിച്ച് നോക്കാനുള്ള, അതായത് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള കൽപ്പനയാണ്. ആഴത്തിലുള്ള നോട്ടം, അതിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള കൽപ്പനയാണ്. അത് പഠിക്കുന്ന സമയത്ത് ആയത്തിൽ അടുത്ത ഭാഗം മാ തറാഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, അള്ളാഹിൻ്റെ ആ സൃഷ്ടിപ്പിൽ യാതൊരു അപൂർണതയും, അതായത് ആ പെർഫെക്ഷൻ സൃഷ്ടികളിലുടനീളം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവാസ്തിത്വത്തിനുള്ള പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായിട്ട് ആ ഫൈൻ ട്യൂണിങ്ങിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഫൈൻ ട്യൂണിങ് സൃഷ്ടികളിലുടനീളം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ച് പറയാറുണ്ട്, ഭൂമി സൂര്യനിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരകലം, ഗോൾഡി ലോക്ക് സോൺ, ഒരല്പം മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഒരല്പം പിറകോട്ട് വന്നാൽ ആ ജീവൻ അതിൽ അസാധ്യമായിട്ട് തീരുമെന്നുള്ളതാണ്. അത് എല്ലാത്തിലും ആ ഒരു സെറ്റിങ് കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഈ പ്രപഞ്ചശാസ്ത്രജ്ഞന്മാർ, കോസ്മോളജിസ്റ്റുകൾ, അവർ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രപഞ്ച വിശാലതയെ സംബന്ധിച്ചെല്ലാം അത്യധികം വിസ്മയത്തോടുകൂടി, അത്ഭുതം കൂടി, അങ്ങേയറ്റം തഖ്വയോടുകൂടി അവർ സംസാരിക്കുന്ന ഡോക്യുമെൻ്ററികളിലാണ് കാണാൻ സാധിക്കും. ഇപ്പോൾ ദൈവവിശ്വാസികൾ ദൈവത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലെയാണ് അവർ പ്രപഞ്ചത്തെ സംബന്ധിച്ചെല്ലാം പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ആ പ്രപഞ്ചത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവർ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് വിശ്വാസി അതേ പ്രപഞ്ചം നോക്കി അള്ളാഹിൻ്റെ മഹത്വം അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലെയാണ് അവർ ആ പ്രപഞ്ചത്തെ നോക്കി പ്രപഞ്ചത്തെ തന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതുപോലെയെന്ന് വെച്ചാൽ, അതിമനോഹരമായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഗാലറി നോക്കി നമ്മൾ ചിത്രകാരനെ സംബന്ധിച്ച്, അയാളുടെ കഴിവിനെ സംബന്ധിച്ച് മതിപ്പുളവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെ വാഴ്ത്തുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കേവലം ആ ചിത്രത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ ആ ചിത്രം വരച്ച പെയിൻറ്റ്, അതിലുള്ള കെമിക്കൽ, അതിൻ്റെ ആ കോമ്പോസിഷൻ, അതിൻ്റെ അനുപാതം, അതിനെ സംബന്ധിച്ച് പഠിക്കുക അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മാത്രമാണ്, അതിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിൻ്റെ മുമ്പിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രം, അതല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ്, അത് നിന്നെ ലീഡ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ചിത്രകാരനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. അതല്ലാതെ ആ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ആ ബോർഡിലേക്ക് മാത്രം നിൻ്റെ നോട്ടം പരിമിതപ്പെടുത്തുന്നത് അത് യഥാർത്ഥത്തിൽ ഉപരിപ്ലവമായിട്ടുള്ളൊരു നോട്ടം മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിൻ്റെ 7-ാമത്തെ വചനത്തിൽ യഅലമുന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹുമുൽ ഗാഫിലൂൻ. അപ്പോൾ അവർ കേവലം ഉപരിപ്ലവമായിട്ടാണ് കാര്യങ്ങളിലേക്ക് നോക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. അതിൻ്റെ ആ കാമ്പ്, ആ സത്തിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധയിലാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ആ ടിപ്പ് ഓഫ് ഐസ്ബർഗ്, ആ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അവർ കാണുന്നത്. അതിൻ്റെ താഴേക്കുള്ള ആ വലിയ ലോകം, ആ വലിയ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവരറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും നിനക്ക് ആയത്തുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഇപ്പോൾ പല സ്ഥലത്തും ആ സൂര്യനും ചന്ദ്രനെല്ലാം അള്ളാഹിൻ്റെ ആയത്തുകളാണെന്ന് പറയുന്നുണ്ട്. ഓരോ ആയത്തുകളും
നിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ബിൽബോർഡുകളാണ്. അതായത് അള്ളാഹുവിലേക്ക് അത് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൃഷ്ടാവായിട്ടുള്ള ഖാലിഖായിട്ടുള്ള അള്ളാഹുവിനെ നിനക്ക് കാണാൻ പറ്റില്ല, പക്ഷേ മഖ്ലൂക്കുകളിലൂടെ, അവൻ്റെ സൃഷ്ടികളിലൂടെ അവനെ നിനക്ക് അറിയാൻ സാധിക്കും. അപ്പം അതിന് മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാറുള്ളത്, ഇപ്പോൾ ധവളപ്രകാശം, സൂര്യൻ്റെ വെളിച്ചം, അതിന് യാതൊരു നിറവുമില്ല. പക്ഷേ ആ യാതൊരു നിറവില്ലാത്ത ആ ഒരു പ്രകാശം ഒരു പ്രിസത്തിനകത്തൂടെ കടത്തിവിടുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ എല്ലാം സംഭവിച്ച് വ്യത്യസ്ത വർണ്ണങ്ങൾ, റെഡ് മുതൽ വയലറ്റ് വരെയുള്ള വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഒരു സ്പെക്ട്രം അവിടെ രൂപപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. സമാനമായിട്ട് അപ്പം അള്ളാഹുവിൻ്റെ ആ പ്രകാശം, അള്ളാഹു നൂറു സമാവാത്തി വല്ലർദ് അല്ലെങ്കിൽ അള്ളാഹു മുനവ്വിറു സമാവാത്തി വല്ലർദ്, അത് സൃഷ്ടികളിലേക്ക് തട്ടുന്ന സമയത്ത് അള്ളാഹിൻ്റെ ആ ഗുണങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകളെല്ലാം ആ സൃഷ്ടികളിലുടനീളം അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രപഞ്ചത്തിലുടനീളമുള്ള, ഇപ്പോൾ ഭൂമിയിലും പ്രപഞ്ചത്തിലുടനീളമുള്ള ആ ഡിസൈനുകളുടനീളം അള്ളാഹിൻ്റെ അൽ മുസവ്വിർ എന്നുള്ള അല്ലെങ്കിൽ ആ ഡിസൈനർ എന്നുള്ള ആ ക്വാളിറ്റിയാണ് അതെല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതായത് മുഴുവൻ പ്രപഞ്ചവും അതിലുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള ഗുണവിശേഷണങ്ങൾ, അവൻ്റെ നാമങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു തിയേറ്ററായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹിനെ അടുത്തറിയാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനെല്ലാം അള്ളാഹുവിൻ്റെ ആ വിശേഷനാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അതറിയണമെന്ന് പറയാനുള്ള കാരണം. ഉദാഹരണത്തിന് ഇപ്പോൾ അൽ ഖാബിദ് അൽ ബാസിത്ത് അള്ളാഹിൻ്റെ 2 നാമങ്ങളാണ്. അപ്പോൾ ആ ചുരുക്കുന്നതിനെയും വികസിപ്പിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നതാണ് ആ 2 നാമങ്ങൾ, എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ. ആ ഒരു ക്വാളിറ്റി ആ പ്രപഞ്ചത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ഹൃദയം, ശ്വാസകോശങ്ങൾ മുതൽ ആ പ്രപഞ്ചം വരെ ഇന്നാല മൂസിയോൻ അത് സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മഴ, നമുക്ക് ലഭിക്കുന്ന മഴ എന്നുള്ളത് അള്ളാഹിൻ്റെ റഹ്മത്ത് അല്ലെങ്കിൽ അർ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പം അത് മനുഷ്യ സൃഷ്ടിപ്പ് പോലും അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഖുർആൻ പറഞ്ഞു ഇല്ലാലി അബ്ദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു ലക്ഷ്യം പറയും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ അത്യധികം സവിശേഷമായിട്ടുള്ള ചില ഗുണങ്ങൾ, മഗ്ഫിറ, തൗബ, റഹ്മ, പാപമോചനം, അതേപോലെ തന്നെ കാരുണ്യം, അതിൻ്റെ എല്ലാം മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങളെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ മലക്കുകൾ, അതല്ലാത്ത മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം അവർക്കില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവർ അള്ളാഹിനെ അനുസരിക്കാൻ മാത്രം അറിയുന്നവരാണ്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണ് തൗബയും അതേ രൂപത്തിൽ അതെല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മുമ്പിലുള്ള ആ സൃഷ്ടികളിലേക്കും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലേക്കെല്ലാം കണ്ണു തുറന്നു വെച്ച് നോക്കിയാൽ ഏതൊരാൾക്കും ആ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ്. അതല്ലാതെ കണ്ടാലേ വിശ്വസിക്കുമെന്ന് ചടിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അത്തരത്തിലുള്ള ചിലത് കാണിച്ചു തരാനുള്ള അവരുടെ വാദങ്ങൾ ഖുർആനിലും പല സ്ഥലത്ത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? കാണാതെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ കണ്ടാലും മൃഗങ്ങളും വിശ്വസിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാതെ തന്നെ ബുദ്ധിയും ചിന്തയെല്ലാം ഉപയോഗിച്ച് അതിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യന് സാധിക്കുന്നുള്ള ആ രൂപത്തിലുള്ള വിവേകം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഇപ്പോൾ മരുഭൂമിയിലുള്ളൊരു ബദുവിനോട്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളോട് ദൈവാസ്തിത്വത്തെ സംബന്ധിച്ച ഒരാൾ ചോദിച്ച സമയത്ത് അയാളുടെ ആ സിമ്പിൾ ലോജിക്ക് വെച്ച് അയാൾ പറയുന്നുണ്ട്, യാ സുബ്ഹാനല്ലാഹ് ഇന്നൽ ബഅറത ലതദുല്ലു അലൽ ബഈർ വ ഇന്ന അസറൽ അഖ്ദാമി ലതദുല്ലു അലൽ മസീർ. അപ്പോൾ അദ്ദേഹം പറയാണ്, വിശാലമായിട്ടുള്ള മരുഭൂമിയിൽ എവിടെയെങ്കിലും കാണുന്ന ഒട്ടകത്തിൻ്റെ കാഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ ആ കാൽപ്പാടുകൾ അതിലൂടെ ഒരൊട്ടകം നടന്നുപോയി എന്നുള്ളതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ അത് ഒരൊട്ടകത്തിലേക്ക് നിന്നെ നയിക്കുന്നത് പോലെ വിശാലമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചം, അതേപോലെ തന്നെ അതിലുള്ള ആ കോടാനുകൂടി വഴി കാണിക്കുന്ന നക്ഷത്രങ്ങൾ, അതൊന്നും ആ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ല. ആ ഒരു ചോദ്യമാണ്. അപ്പോൾ അതായത് വിശ്വസിക്കാൻ ഒരാൾക്ക് ആ സൃഷ്ടാവിനെ കാണണമെന്നില്ല, നിൻ്റെ മുമ്പിലുള്ള ആ സൃഷ്ടികളുടനീളം അവൻ്റെ അസ്തിത്വത്തിലേക്ക് നിന്നെ നയിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ കാണാതെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിൽ തന്നെ 12-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യ നിലയിൽ അള്ളാഹിനെ ഭയപ്പെടുക. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും ആ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ കണ്ടിട്ടല്ല വിശ്വസിക്കേണ്ടത്. ഇനി കണ്ടാലേ വിശ്വസിക്കുമെന്ന് ശഠിക്കുന്ന ആളുകൾ, അവർ കേവലം ചില ദുർന്യായങ്ങൾ, എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകൾ ഇനി കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഖുർആനിൽ പല സ്ഥലത്തും സൂറത്തുൽ ഹിജ്റിൻ്റെ 14-15 ആയത്തുകളിലെല്ലാം അള്ളാഹു പറയുന്നുണ്ട്, അവർക്ക് ഇനി നേർക്ക് നേരെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ അപ്പോൾ അവർ പറയും ഇന്നമാ സുക്കിറത്ത ബസ്വാറുന, അത് ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചതാണ്, അതല്ലെങ്കിൽ അത് സിഹറാണെന്നെല്ലാം പറഞ്ഞ് ആ സമയത്ത് അവർ വീണ്ടും അതിനെ നിഷേധിക്കും എന്നുള്ളതാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ആ ഖുർആനിലുടനീളം അള്ളാഹു കാഴ്ചയേക്കാൾ കേൾവിയാണ് ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണുക. എവിടെ ആയത്തിലും ആദ്യം കേൾവിയാണ് പറയുന്നത്, പിന്നീടാണ് കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത്. ഇപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പ് പറഞ്ഞ സമയത്തും ഫജഅൽനാഹു സമീഅൻ ബസീറ, ആദ്യം കേൾവി പിന്നീടാണ് കാഴ്ച വരുന്നത്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ
അപ്പോൾ അന്ധരെയും ബധിരരെയും സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് പോലും ഇപ്പോൾ സൂറത്ത് മുഹമ്മദിൽ അസൊമ്മഹും വഅമ അബ്സ്വാറഹും അല്ലെങ്കിൽ സുമ്മം വ ഉമ്യാന സൂറത്ത് ഫുർഖാൻ അവിടെ എല്ലാം അതേ ഓർഡറിലാണ് വരുന്നത്. കാരണം കേൾവി ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം 10-23 വർഷക്കാലം അവർ ആ ഖുർആൻ്റെ മെസ്സേജ് എന്നുള്ളത് അവർ കാണുമായിരുന്നില്ല, മറിച്ച് കേൾക്കുമായിരുന്നു. അപ്പോൾ ആ ഖുർആൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഖുർആൻ അത്ഭുതമായിട്ട് മാറുന്നത് അത് കണ്ണുകൾക്കല്ല കാതുകൾക്കാണ്. അതുകൊണ്ടാണത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ മുൻകാലത്തുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവരുടെ മുഅ്ജിസത്തുകളൊന്നും നമ്മൾ കാണല്ല, മറിച്ച് നമ്മൾ അവരെ സംബന്ധിച്ച് കേൾക്കുകയാണ്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് കൂടുതൽ ആ കാതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വഖാലു സമിഅന വ അത്വഅന അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് ആലിമ്രാൻ്റെ 193 വചനത്തിലും റബ്ബന സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. അപ്പോൾ കാഴ്ചയേക്കാൾ ആ കേൾവിക്കാണ് പ്രാധാന്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മരണസമയത്തുള്ള ആ ഒരു വിലാപത്തെ സംബന്ധിച്ച് ഇതേ സൂറത്തുൽ മുൽക്കിൻ്റെ 10 വചനത്തിൽ വഖാലു ലൗ കുന്ന നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല. അവരുടെ വിലാപത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലും മറ്റുള്ള ആയത്തുകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണും, അതേസമയം ആ മെസ്സേജ് നമ്മൾ ആ ചെവി കൊണ്ട് കേൾക്കും, എന്നിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും. അതെല്ലാം അറിയാനുള്ള വസാഇലുൽ മആരിഫ്, അതെല്ലാം അറിയാനുള്ള മാർഗങ്ങളാണ് ഈ ചെവിയും കണ്ണല്ല. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അതെല്ലാം നൽകിയിട്ടുള്ളത്. ഇനി നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ശഠിച്ച ആളുകൾക്ക് അവസാനം അള്ളാഹു കാണിച്ചും കൊടുക്കുന്നുണ്ട്. സൂറത്ത് ഖാഫിൻ്റെ 22 വചനത്തിൽ ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ അള്ളാഹു പറയുന്നുണ്ട്, അത്രയും കാലം അവർ നിഷേധിച്ച കാര്യങ്ങൾ ആ മരണസമയത്ത് ഫബസ്വറുക്കൽ യൗമ ഹദീദ്, ആ കണ്ണിൻ്റെ മൂടി അള്ളാഹു നീക്കും എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ട് കാണും, പക്ഷേ അവിടെ വിശ്വസിക്കാൻ ചാൻസ് ഇല്ല. കാരണം ആ ചാൻസ് കഴിഞ്ഞു. അവസാനം നേരിട്ട് അവർ കാണുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം പരിശുദ്ധ ഖുർആനിലുടനീളം ഞാൻ പറഞ്ഞ ആദ്യം കേൾവി പിന്നീട് കാഴ്ചയാണ് വരുന്നത്. അതിനൊരു എക്സെപ്ഷൻ ഒരേ ഒരു ആയത്തിൽ മാത്രം അള്ളാഹു ആദ്യം കാഴ്ച പിന്നീട് കേൾവി പറയുന്നുണ്ട്. അപ്പം അത് സൂറത്ത് സജദയാണ്. സൂറത്ത് സജദയുടെ 12 ആയത്തിൽ റബ്ബന അബ്സ്വർന വ സമഅന, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നെങ്കിൽ. അപ്പം അവിടെ മാത്രമാണ് ആ ഒരു സീക്വൻസ് മാറുന്നത്. അവിടെ ആദ്യം കാഴ്ച പിന്നീടാണ് കേൾവി പറയുന്നത്. എന്തുകൊണ്ട് മാറി എന്നുള്ളതിന് ഉത്തരം ആ ആയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ മതി. അത് ദുനിയാവിനെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ദുനിയാവിലുടനീളം ആ മെസ്സേജ് കേൾക്കാതെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ശഠിച്ച ആളുകൾക്ക് അവസാനം അവരത്രയും കാലം നിഷേധിച്ച കാര്യങ്ങളെല്ലാം അവരുടെ കൺമുമ്പിൽ നേരിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പിന്നീട് അവിടെ കേൾവിക്ക് സ്കോപ്പില്ല. അപ്പോൾ അവർ ആ കാണുന്ന സന്ദർഭം, അതുകൊണ്ട് ആ കാഴ്ച അവിടെ അള്ളാഹു ഹൈലൈറ്റ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ സന്ദേശം കേൾക്കാൻ നിങ്ങൾ ചെവി കൊടുക്കുക എന്നുള്ളതാണ്. തജീബു ലില്ലാഹി വലി റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും സൂറത്തുൽ അൻഫാൽ 24 ആയത്ത്. ആ ഗൈബ്, കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും എളുപ്പമായിട്ടുള്ളതും അഅ്ളമുൽ ഗൈബ് എന്നുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എളുപ്പമെന്ന് പറയാനുള്ള കാരണം നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ ആ പ്രകൃതി പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെല്ലാം നിന്നെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്ക് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം നിനക്ക് നൽകിയ ആ ഫിത്ര അതും അള്ളാഹുവിലേക്ക് നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അള്ളാഹിനെ സെൻറ്ററിൽ വെക്കുന്നതോടുകൂടെ മറ്റുള്ള എല്ലാ പസിലുകളും കൃത്യമായിട്ട് ചേർന്ന ഒരു വ്യക്തമായിട്ടൊരു പിക്ചർ, ഒരു ബസീറത്ത് നിനക്ക് ലഭിക്കുകയാണ്. എല്ലാം എവറിത്തിങ് മേക്ക് സെൻസ് അതോടുകൂടെ. അതേസമയം അള്ളാഹുവിനെ വിശ്വസിക്കാതെ നിഷേധിക്കുന്നതോടുകൂടെ ആ പതിലുകൾ പല ഭാഗത്തായിട്ട് നിരവധി ചോദ്യങ്ങൾ മാത്രം നിന്നിൽ നിലനിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലെ അറിയാത്ത, ലക്ഷ്യബോധമില്ലാതെ നീ ഇവിടെ ജീവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അടുത്ത 5 ആയത്തിൽ വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിമസ്വാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ വഅഅതദ്നാ ലഹും അദാബ സഈർ. അല്ലാഹു അവിടെ പറയുന്നത് നിങ്ങളോട് ഏറ്റവും അടുത്ത വാനലോകത്തെ, ആ ദൃശ്യപ്രപഞ്ചത്തെ ചില വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ള. എന്താണ് വിളക്കുകൾ എന്നുള്ളത്? സൂറത്തു സ്വാഫാത്തിൻ്റെ 6 വചനത്തിൽ ഇന്നാ സയ്യന്ന സമാഅ അദ്ദുനിയ ബിസീനത്തിൽ കവാക്കിബ്, അത് നക്ഷത്രങ്ങളാണെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനാപേക്ഷികമായിട്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. നമ്മൾ ഇതര മേഖലയിലുള്ള പഠനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ലാബിലും മറ്റുമൊന്നല്ല, വാനലോകത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത് പ്യുവർലി ഒബ്സർവേഷനലാണ്. നമ്മൾ നിരീക്ഷണത്തിലൂടെയാണ് എല്ലാം കണ്ടെത്തുന്നത്. അപ്പോൾ അതിലേക്ക് ഏതൊരാൾ നിരീക്ഷിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മളെ കണ്ണിൽ പെടുന്നത് ആ രാത്രിയിലുള്ള ആകാശ കാഴ്ചയുടെ ഭംഗിയാണ്. ഇപ്പോൾ നമ്മളൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു കല്യാണ വീടെല്ലാം മനോഹരമായിട്ട് വിളക്കുകളാൽ അലങ്കരിക്കുന്നത് പോലെ ഭൂമിയിലുള്ള മണൽത്തരികളോളം വരുന്ന ആ നക്ഷത്ര വിളക്കുകളാൽ വാനലോകം അതിമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ആ ലൈറ്റ് പൊല്യൂഷൻ, ആ ഒരു മലിനീകരണം കാരണം ആ തനത് രൂപത്തിൽ ആ രാത്രിയുടെ ആകാശ കാഴ്ച നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതിപ്പോൾ ഭൂമിയിലുള്ള ചില
മരുഭൂമികൾ, ഇപ്പോൾ അറ്റക്കാമ, ചിലിയിലുള്ള അറ്റക്കാമ മരുഭൂമിയിൽ നിന്നുള്ള രാത്രിയുടെ ആകാശ കാഴ്ചയെല്ലാം അതിമനോഹരമാണ്, കണ്ടു നോക്കുക. ഇപ്പോൾ മുമ്പൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പങ്കുവെച്ച് തോർക്കുന്നത്, ഇപ്പോൾ ഇന്ന് ഭൗതികവാദത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ വളർച്ചയ്ക്കെല്ലാം ഒരു കാരണം അദ്ദേഹം ഇതായിട്ട് പറയുന്നുണ്ട്. അതായത് ആ രാത്രി അതിൻ്റെ ആ ഒരു പ്രൗഢിയോടുകൂടെ തനത് രൂപത്തിലുള്ള വാനലോകം കണ്ടാൽ തന്നെ യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ അങ്ങേയറ്റം വിനയുള്ളവനാക്കി മാറ്റും എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം അത് കേവലം അലങ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഖതാദ റഹിമഹുള്ളയുടെ പ്രസ്താവന, ഖലഖല്ലാഹു നുജൂം അലൈഹി സലാസ, അള്ളാഹു നക്ഷത്രങ്ങളെ 3 കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് സീനത്തിൻ ലിസമ, ആകാശത്തിനുള്ള അലങ്കാരം. രണ്ടാമതായിട്ട് അലാമാത്തിൻ യുഹ്തദാ ബിഹ, അപ്പം അത് വഴികാട്ടികൾ കൂടെയാണ്, നാച്ചുറൽ GPS-കളാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹ്ലിൻ്റെ 16-ാമത്തെ വചനത്തിൽ വബിൻ നജ്മിഹിം യഹ്തദൂൻ, അള്ളാഹു പറയുന്നുണ്ട് ആ നക്ഷത്രങ്ങൾ അത് വഴികാട്ടികളാണ്. ഇത് കേവലം മരുഭൂമിയിലൂടെയുള്ള യാത്രക്കാർക്ക് മാത്രമല്ല. അപ്പോൾ നമ്മൾ അടുത്ത കാലത്താണ് സാറ്റലൈറ്റ് നാവിഗേഷൻ, GPS സിസ്റ്റം എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുവരെ പ്രധാനമായിട്ടും ആ സെലസ്റ്റിയൽ നാവിഗേഷൻ, അതായത് ആകാശത്തുള്ള നക്ഷത്രങ്ങളും മറ്റും വെച്ച് അതിൻ്റെ ആ ഒരു ആംഗിളും പൊസിഷനെല്ലാം കണക്കാക്കിയായിരുന്നു നമ്മൾ ദിശ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ മറൈൻ കപ്പൽ യാത്രയിലെല്ലാം സെക്സ്റ്റൻ്റ് എന്നുള്ള ഒരു ഉപകരണം അതിനു വേണ്ടി മാത്രമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് മനുഷ്യർ മാത്രമല്ല, ഭൂമിയിൽ ബഹുദൂരം ദേശാന്തര ഗമനം, മൈഗ്രേഷൻ നടത്തുന്ന ചില ജീവികളും അതിനെ ആശ്രയിക്കുന്നുണ്ട്. ഇന്നും വ്യോമയാന മേഖലയിൽ, എയറോനോട്ടിക്സിൽ പൈലറ്റുമാർ നിർബന്ധമായിട്ടും ഈ നാവിഗേഷണൽ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 50-ലധികം നാവിഗേഷണൽ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വഴികാട്ടികളായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും, ഇപ്പോൾ GPS-ഉം റഡാറല്ല, എന്തെങ്കിലും ഒരു കാരണത്താൽ പ്രവർത്തനരഹിതമാവുകയാണെങ്കിൽ പിന്നീട് അവർക്കുള്ള ഓപ്ഷൻ ഈ സെലസ്റ്റിയൽ നാവിഗേഷൻ, നക്ഷത്രങ്ങളും മറ്റും വെച്ച് വഴി നോക്കാനുള്ളതാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ വഴികാട്ടി എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു നക്ഷത്രങ്ങളുടെ ആ സ്ഥാനങ്ങളെ, പൊസിഷനെ വെച്ചുകൊണ്ട് അള്ളാഹു ഒരു സത്യം ചെയ്യുന്നുണ്ട്. 75 മുതലുള്ള ആയത്തുകളിൽ ഫല ഉഖ്സിമു ബി മവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ, ആ പൊസിഷൻ തന്നെയാണ് സത്യം. ആ സത്യത്തെ സംബന്ധിച്ച് മറ്റെവിടെയും പറയാത്ത രൂപത്തിൽ അള്ളാഹു ഇന്നഹു ലഖസമും ലൗ തഅലമൂന അളീം, അത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒമ്പിച്ചൊരു സത്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ശേഷം ഇന്നഹു ല ഖുർആനുൻ കരീം, അള്ളാഹു ആ ഒരു യാഥാർത്ഥ്യത്തെ ഖുർആനുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. മനോഹരമാണ് ആ കണക്ഷൻ. കാരണം രാത്രിയുടെ അന്ധകാരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചവും വഴികാട്ടികളായിട്ട് മാനത്തെ നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ലോകത്തെ അന്ധകാരത്തിൽ ഖുർആനാകുന്ന നക്ഷത്രം നമ്മളെ വഴി കാണിക്കും എന്നുള്ളതാണ്. യുഖ്രിജുഹും ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടിൽ നിന്നും ആ വെളിച്ചത്തിലേക്ക്, അതല്ലെങ്കിൽ ഹുദല്ലിൽ മുത്തഖീൻ, അത് വിശ്വാസികൾക്ക് അത് വഴികാട്ടികളാണ്. അപ്പോൾ ഖുർആൻ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്കുള്ള GPS ഖുർആനാകുന്ന നക്ഷത്രമാണ്. അപ്പം അതേപോലെ തന്നെ ആ വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്ത് യാതൊരു ഓർഡറും ഇല്ലാതെ ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ട് തോന്നും. അതേസമയം അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് പഠിച്ച് ഒരല്പം ആഴത്തിൽ അതിനെ നോക്കുന്ന സമയത്ത് സുമർജിഅൽ ബസറ കറത്തൈൻ, അതിലുള്ള മനോഹരമായിട്ടുള്ള ആ പാറ്റേൺ, അതല്ലെങ്കിൽ ഓരോന്നും വളരെ വ്യവസ്ഥാപിതമായിട്ട് അവിടെ സംവിധാനിച്ചതാണെന്ന് ബോധ്യപ്പെടും. സമാനമായിട്ട് നമ്മളെ ഖുർആനിനെ കേവലം ഉപരിപ്ലവമായിട്ട് നോക്കുന്ന സമയത്തുള്ള ആ കാഴ്ചയാകില്ല. നമ്മൾ ആഴത്തിൽ ആ തദബ്ബുർ, അതിനു വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം നൽകിയിട്ടുള്ളത്. ആ തദബ്ബുറോടുകൂടെ ആ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും മനോഹരമായിട്ടുള്ളൊരു ഘടനയും പാറ്റേണെല്ലാം ആ ഖുർആനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഖതാദ റഹിമഹുള്ളയുടെ ആ പ്രസ്താവനയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പോൾ നക്ഷത്രങ്ങളുടെ ആ സൃഷ്ടിപ്പിൻ്റെ 3-ാമത്തെ ഉദ്ദേശമായിട്ട് പറയുന്നത് റുജൂമല്ലി ഷയാത്തീൻ, അത് പിശാചിനെ എറിഞ്ഞോടിക്കാൻ. അതും ഈ ഒരു ആയത്തിൻ്റെ അവസാനത്തിലും വജഅൽനാഹ റുജൂമല്ലി ഷയാത്തീൻ അള്ളാഹു അവിടെ പറയുന്നുണ്ട്. സൂറത്ത് സ്വാഫാത്തിൻ്റെ ആരംഭത്തിൽ 6-7 വചനങ്ങളിലും സമാനമായിട്ടുള്ള കാര്യം അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, ഗൈബി ആയിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള ലോകത്തിനപ്പുറം അഭൗതികമായിട്ടൊരു ലോകം, അവിടെ ജിന്നും പിശാചും മലക്കുകളെല്ലാം അടങ്ങുന്ന ഒരു അഭൗതിക ലോകം, മെറ്റാഫിസിക്കലായിട്ടുള്ള അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിനോ ശാസ്ത്രത്തിനോ ഒന്നും എത്തിച്ചേരാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഈ 2 ലോകങ്ങളെയും, നമ്മൾ കാണുന്നതും കാണാത്തതായിട്ടുള്ള 2 ലോകങ്ങളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതെല്ലാം അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിൽ സംഭവിക്കുന്ന ചില അഭൗതിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെ കാണുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ച അള്ളാഹു നമുക്ക് ഇവിടെ പറഞ്ഞു തരാണ്. ശേഷം ആയത്തിൻ്റെ അവസാനം വഅഅ്തദ്നാ ലഹും അദാബ സഈർ, അവർക്ക് ലഭിക്കാനിരിക്കുന്ന ആ ജ്വലിക്കുന്ന നരകശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നു വരുന്നൊരു ചർച്ച, ഇപ്പോൾ പിശാച് നമുക്കറിയാം ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ജിന്നുകളെ സൃഷ്ടിച്ചത് വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, സൂറത്ത് റഹ്മാനിൽ തീ കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ തീ കൊണ്ട് സൃഷ്ടിച്ച ജിന്നുകൾ എങ്ങനെയാണ് ആ തീ കൊണ്ടുള്ള ആ നരകത്തിലിട്ട് ശിക്ഷിക്കുക? അങ്ങനെ ഒരു ചർച്ച അവിടെ കടന്നു വരുന്നുണ്ട്.
അപ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ളൊരു സംഭവം, താബികളിൽപ്പെട്ട പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതൻ ഇയാസ് ഇബ്നു മുആവിയ റഹിമഹുല്ലാ, അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ മദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറാമാക്കുന്നത്? അതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻ്റ്, ഓരോ ചേരുവകൾ സെപ്പറേറ്റായിട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു കുഴപ്പവും കാണുന്നില്ല, അതെല്ലാം ഹലാലുമാണ്. ഇപ്പോൾ വെള്ളമാകട്ടെ, മുന്തിരി ആകട്ടെ, അല്ലെങ്കിൽ പഞ്ചസാര, അതെല്ലാം ഹലാലാണ്. പിന്നെ എന്തുകൊണ്ടാണ് മദ്യം ഹറാമായിട്ടുള്ളത്? എന്താണ് അതിൻ്റെ ലോജിക്ക്? ആ പണ്ഡിതൻ അതിന് നൽകിയ മറുപടി, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കൊടയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേദനിക്കോ? അയാൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല. ശേഷം അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരല്പം വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല് ഞാൻ ശരീരത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാവുമോ? അയാൾ പറഞ്ഞു ഇല്ല, വേദനിക്കില്ല. മൂന്നാമതായിട്ട് പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, ലൗ അഹത്തു കഫം മിൻ തുറാബ്, ഒരല്പം പൊടിമണ്ണ് നിങ്ങളുടെ മേത്തേക്ക് ഞാൻ ഇടുകയാണെങ്കിൽ, പാറ്റുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേദനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മുറിവ് പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, അതുകൊണ്ട് കണ്ണിലായാലും ബുദ്ധിമുട്ടാകും, പക്ഷേ ശരീരത്തിൽ വേദന ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ആ പണ്ഡിതൻ ചോദിച്ചു, ഇത് മൂന്നും ഞാൻ ചേർത്താൽ, അതായത് ആ മണ്ണിലേക്ക് ആ വെള്ളം ഒഴിച്ചാൽ പുല്ലും ചേർത്ത് അത് കുഴച്ച് അതൊരു ചൂളയിലിട്ട് അത് ബേക്ക് ചെയ്തെടുത്താൽ, അതായത് ഒരു ഇഷ്ടിക ആക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് എറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വേദനിക്കും, എൻ്റെ ശരീരത്തിൽ മുറിവ് പറ്റും. അദ്ദേഹം പറഞ്ഞു അതുതന്നെയാണ് അതിനുള്ള മറുപടി. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ്ക്ക് എല്ലാം സാധ്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ 3 ആയത്തുകളുടെ ഒരു സമ്മറി, ആ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിനെ നിരീക്ഷിച്ച് ആ കാണാത്ത അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹു ക്ഷണിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സൂറത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ആ സെക്ഷൻ്റെ റീക്യാപ്പ് ഓർക്കുന്നുണ്ടാകും. ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ചും ബി അദിഹിൽ മുൽക്ക്, അതേപോലെ തന്നെ കഴിവ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതേപോലെ തന്നെ ആ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ലി അബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആര് നല്ലത് ചെയ്യുമെന്നുള്ള ആ ഒരു പരീക്ഷണം. ശേഷം അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ കാണിക്കുന്ന രൂപത്തിൽ സബഅ സമാവാത്തിൻ ത്വിബാഖ, ആകാശഭൂമികളെ സംബന്ധിച്ചും അതിലുള്ള സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കാനെല്ലാം അള്ളാഹു പറയണം. അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ആഹ്വാനങ്ങളാണ്. ഈ രൂപത്തിൽ ഇതെല്ലാം കണ്ടിട്ടും ഒരാൾ പിന്നീട് അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ ആ ഒരു ചോയ്സിൻ്റെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ചാണ് അടുത്ത സെക്ഷൻ 6 മുതൽ 14 വരെയുള്ള ആയത്തുകൾ. ആദ്യം ആ റോങ് ആയിട്ടുള്ള ചോയ്സ്, അതായത് നെഗറ്റീവ് ചോയ്സിൻ്റെ പരിണിത ഫലങ്ങളാണ് ആദ്യത്തിൽ അള്ളാഹു 6ാമത്തെ ആയത്ത് മുതൽ ആരംഭിക്കുന്നത്. വലില്ലദീന കഫറൂ ബി റബ്ബിഹിം അദാബു ജഹന്നമ വബിഅ്സൽ മസീർ. അപ്പോൾ കൺമുമ്പിൽ ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അതിനു മുമ്പ് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു ഫിത്രയായിട്ട് അവൻ്റെ ആ ഇൻസ്റ്റിങ്ക്റ്റ്, അവൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്ങും ആ വിശ്വാസത്തിലേക്ക് അവനെ വിളിക്കുന്നുണ്ട്. ഈ രൂപത്തിലുള്ള താക്കീതുകൾ കേട്ടിട്ടും അതിനെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാതെ അവസാനം ആ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്ക് അവർ വന്നു ചേരാനിരിക്കുന്ന നരകത്തെ സംബന്ധിച്ചുള്ള ഇൻദാർ അള്ളാഹു നൽകുന്ന വാണിംഗ് ആണ്. അവസാനം വബിഅ്സൽ മസീർ, അള്ളാഹു പറയാണ് അവർ വന്നു ചേരാനുള്ള ആ ഡെസ്റ്റിനേഷൻ അത് ഏറ്റവും മോശമാണ്, ആ ചീത്ത വളരെ മോശമായിട്ടുള്ളൊരു സങ്കേതത്തിലേക്കാണ് അവർ വന്നു ചേരുക. ശേഷം അള്ളാഹു ആ നരകത്തിൻ്റെ ഭീകരത വരച്ച് കാണിക്കുന്നുണ്ട്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. അപ്പോൾ അവരാ നരകത്തിലേക്ക് വീഴുന്ന സമയത്ത് സമിഉ ലഹാ ഷഹീഖൻ, അതിൻ്റെ ആ ഒരു ഗർജനം, ആ ഒരു ഇരമ്പൽ അവർ കേൾക്കും എന്നുള്ളതാണ്. വഹിയ തഫൂർ, അതിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. ശേഷം അടുത്ത 8ാമത്തെ ആയത്ത് തകാദു തമയ്യസു മിനൽ ഗൈൽ. അപ്പോൾ നരകം അത് പൊട്ടിപ്പിളരുമാർ അതിൻ്റെ ആ ഒരു കോപം പ്രകടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നരകത്തിൻ്റെ ഇമോഷനുകൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത്, എത്രത്തോളം എന്ന് വെച്ചാൽ നരകം സംസാരിക്കുന്നത് പോലും സൂറത്ത് ഖാഫിൻ്റെ 30ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഹൽ മിൻ മസീദ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നാളെ മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങൾ, കൈകാലുകൾ നമുക്കെതിരെ സാക്ഷി നിൽക്കും. അള്ളാഹു അവിടെ പറയുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 21ാമത്തെ വചനത്തിൽ അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈ. ഓരോന്നിനും ആ സംസാരിക്കാൻ കഴിവ് നൽകിയത് അള്ളാഹുവാണ്. നമ്മൾ അള്ളാഹു നൽകിയ കഴിവുകൊണ്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ഏതിന് അള്ളാഹു കഴിവ് നൽകുന്നോ അതേ രൂപത്തിൽ ഏതിനും സംസാരിക്കാൻ കഴിയും. 1ാമത്തെ ആയത്ത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ. ഓരോ സംഘങ്ങൾ ആ നരകത്തിലേക്ക് വന്നു വീടുന്ന സമയത്ത്, ഒരു വ്യക്തിയല്ല ഒരു സംഘത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ആശയത്തെ അന്ധമായി പിന്തുടർന്ന് ആ ചിന്തയും ബുദ്ധിയെല്ലാം പണയം വെച്ച് ഈ രൂപത്തിലുള്ള അക്രമത്തിലും അനീതിയിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകൾ, അവർ നാളെ ആ മരണാനന്തര ജീവിതത്തിൽ വരുന്ന സമയത്ത് സൂറത്തുൽ ബഖറയുടെ 166 മുതലുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അവിടെ അള്ളാഹു പറയുന്നുണ്ട് ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഹുൽ അദാബ്. ആ ഭീകരമായിട്ടുള്ള ശിക്ഷ മുന്നിൽ കാണുന്ന സമയത്ത് നേതാക്കൾ അണികളെ തള്ളി പറയും, അണികൾ നേതാക്കളെയും പഠിക്കാൻ തുടങ്ങും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്.
അവർ തമ്മിലുള്ള ആ ബന്ധം അറ്റുപോകും, പരസ്പരം അവർ പഴിചാരിക്കൊണ്ടിരിക്കും. തൊബ്രാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യുഹിബ്ബു റജുലൻ ഖൗമൻ ഇല്ലാ ഹുശിറ മഅഹും. നീ ഇഷ്ടപ്പെട്ട, നീ സ്നേഹിച്ച് സമയമെല്ലാം മാറ്റിവെച്ച ആ ഒരു ഖൗം, ആ ഒരു ഗ്രൂപ്പിനോടൊപ്പമായിരിക്കും നീ അവിടെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മറുവശം റസൂലുള്ളാഹി പറയുന്നുണ്ട്. സ്വഹീൽ ബുഖാരിയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ്, ഒരു അറാബി വന്ന് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, എന്നാണ് ഖിയാമത്ത്. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലു, ഞാൻ അള്ളാഹിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, ആരെയാണോ സ്നേഹിച്ചത്, അവരോടൊപ്പമായിരിക്കും നാളെ നീ അവിടെ. അപ്പം അത് കേട്ടതോടുകൂടെ അവരൊന്നടങ്കം സന്തോഷിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു അവരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ കക്ഷികളും സംഘങ്ങളും ആ നരകത്തിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് അതിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കും, സഅലഹും ഖസനതുഹ അലം യഅതികും നദീർ, നിങ്ങളുടെ ഒന്നും അടുത്ത് ഈ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന ഒരു മുന്നറിയിപ്പുകാരൻ, ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലേ? ഇപ്പോൾ മുന്നറിയിപ്പുകാരൻ എന്നുള്ളത് പ്രവാചകന്മാർ മാത്രമല്ല, ഒരുപക്ഷെ അവരുടെ അടുത്ത മിത്രങ്ങളാകാം, അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ആകാം, അതല്ലെങ്കിൽ ഒരു പുസ്തകമാകാം, എന്തും ആകാം. അപ്പോൾ ആ രൂപത്തിൽ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് ചോദിക്കുന്നത് മലക്കുകൾക്ക് അറിയാനായിട്ടല്ല, മറിച്ച് തങ്ങൾ ആ ശിക്ഷയ്ക്ക് അർഹരാണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അത് അവരുടെ വായിൽ നിന്നാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഓരോ ആളുകളും അവർ ചെയ്ത തെറ്റിനെ നിഷേധിക്കുന്ന സമയത്ത് അവരുടെ അവയവങ്ങൾ തന്നെ, കാലും കൈയും എല്ലാം അവിടെ വെച്ച് സംസാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകളെയും അത് ബോധ്യപ്പെടുത്തി തങ്ങൾ അതിന് യോഗ്യരാണെന്ന് 100% അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ആ ശിക്ഷ അവർ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് ആ സംഘങ്ങളിലുള്ള ഓരോ ആളുകൾ മറുപടി പറയുന്നതാണ്. അടുത്ത ആയത്ത് 9-ാമത്തെ ആയത്തിൽ, ഖാലു ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അപ്പോൾ അവർ പറയുകയാണ്, അതെ മുന്നറിയിപ്പുകാരൊക്കെ വന്നിരുന്നു, അവർ ഞങ്ങളെ ഒരുപാട് താക്കീത് ചെയ്തിരുന്നു, പക്ഷേ ഞങ്ങളതൊക്കെ നിഷേധിച്ചു, എന്നിട്ട് അവരെ ഞങ്ങൾ പരിഹസിച്ചു. അവരോട് നിങ്ങൾ വഴികേടിലാണ്, നിങ്ങൾ പഴഞ്ചനാണ്, നിങ്ങൾ 6-ാം നൂറ്റാണ്ടുകാരാണ്, ആ രൂപത്തിലല്ല ഞങ്ങൾ അവരെ പരിഹസിച്ചു എന്നവർ ആ തെറ്റവിടെ ഏറ്റുപറയും എന്നുള്ളതാണ്. ശേഷം അവരുടെ ഒരു ഖേദം അവർ പറയുന്നത് 10-ാമത്തെ ആയത്ത്, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ആ താക്കീതുകാരെ ഞങ്ങളിലേക്ക് ആ വാണിങ്ങുമായിട്ട് വന്ന സമയത്ത് ഞങ്ങളത് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ നരകാവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങളാകുമായിരുന്നില്ല. അവരുടെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ശേഷം ഫഅതറഫു ബിദംബിഹിം ഫസുഹ്ഖൻ ലി അസ്ഹാബിസ് സഈർ. അങ്ങനെ അവരുടെ ആ കുറ്റം ഒന്നടങ്കം അവർ ഏറ്റുപറയും. അള്ളാഹു പറയാണ് അവർക്ക് ശാപം. അപ്പം അള്ളാഹു നൽകിയ ചെവിയും കണ്ണും ബുദ്ധിയും ഒന്നും ഉപയോഗിക്കാതെ ആ തെറ്റായിട്ടുള്ള ചോയ്സിലേക്ക് എത്തിയ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ പരിണിത ഫലങ്ങളാണ് അള്ളാഹു ഇവിടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ആയത്തിൽ അതുപയോഗിച്ച് ശരിയായിട്ടുള്ള ആ ചോയ്സിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചാണ് 12-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും അജ്റുൻ കബീർ. തീർച്ചയായിട്ടും തങ്ങളുടെ രക്ഷിതാവിനെ, അള്ളാഹുവിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുന്നതാരോ അവർക്ക് വമ്പിച്ച പ്രതിഫലവും പാപമോചനവുമുണ്ട്. അപ്പോൾ അള്ളാഹിനെ ഭയപ്പെടുക, യഖ്ശൗന റബ്ബഹും. ഇപ്പോൾ ഭാഷയിൽ ഭയത്തെ കുറിക്കുന്ന ഖൗഫ് എന്നുള്ള പദമുണ്ട്. ഖൗഫ് എന്നുള്ളത് നമ്മുടെ നാച്ചുറലായിട്ട് ഭയമാണ്. ഒരു നായയെ നമ്മൾ ഭയക്കുന്നത് അത് ഖൗഫാണ്. അതേസമയം ഖശ എന്നുള്ളത് അറിവോടുകൂടെ അല്ലെങ്കിൽ ആ തഅലീമോടുകൂടെയുള്ള ഭയം. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ അള്ളാഹു പറയുന്നുണ്ട്, അറിവുള്ള ആളുകളാണ് അള്ളാഹിനെ ഭയപ്പെടുക. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുക. ആ ആയത്തിനെ മനോഹരമായിട്ട് 2 രൂപത്തിൽ നോക്കി കാണാവുന്നതാണ്. ഒന്നാമതായിട്ട് അള്ളാഹിനെ നീ കാണുന്നില്ലെങ്കിലും നീ ഭയപ്പെടുക. നേരത്തെ ഇഹ്സാന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അതിവിടെ കണക്ട് ചെയ്യുക. രണ്ടാമത്തെ ഒരു മീനിങ്, നിന്നെ മറ്റാരും കാണുന്നില്ലെങ്കിലും നീ അള്ളാഹിനെ ഭയപ്പെടുക. അപ്പോൾ ആ 2 രൂപത്തിലും അതിനെ നോക്കി കാണാവുന്നതാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അദൃശ്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ അഅ്ലമുൽ ഗൈബ് എന്നുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുതന്നെയാണ് സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ദീൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ 3 ലെവലുകളെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഒന്നാമതായിട്ട് ഇസ്ലാം എന്നുള്ളത് അതിൻ്റെ ഭൗതികമായിട്ടുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു വശമാണ്. അത് പുറമേക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുക അല്ലെങ്കിൽ നമസ്കാരം, നോമ്പ്, അതെല്ലാം നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്നതാണ്. അതേപോലെ തന്നെ സക്കാത്ത്, അതും പണം, അതേപോലെ തന്നെ ഹജ്ജ്, അതിന് യാത്ര ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആ പുറമേക്ക് കാണുന്ന അതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയാൻ സാധിക്കും. അതേസമയം അതിൻ്റെ 2-ാമത്തെ ലെവൽ അത് ഈമാനാണ്, മുഅ്മിനാണ്. അപ്പോൾ അത് പുറമേക്ക് കാണുന്നതല്ല, മറിച്ച് അകത്തുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിലും പ്രവാചകന്മാരിലും മലക്കുകളിലും അന്ത്യദിനത്തിലെല്ലാമുള്ള വിശ്വാസം. അപ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ സാധിക്കും. മൂന്നാമത്തെ ലെവൽ എന്നുള്ളത് അത് ഇഹ്സാനാണ്. ഇപ്പോൾ ഇഹ്സാൻ എന്നുള്ളത് അതിനും മീതിയാണ്. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും
സദാ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കുക. അൽ മുഷാഹദ, അത് നമ്മുടെ ബിയോണ്ട് അവർ ഇൻ്റലക്റ്റ് ആണ്. ആ രൂപത്തിൽ അള്ളാഹിനെ ഉൾക്കൊള്ളുക, അതാണ് മൂന്നാമത്തെ തലം. അപ്പം ഈ നിലയിൽ അള്ളാഹിനെ അദൃശ്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആയത്തിൻ്റെ അടുത്ത ഭാഗം ലഹും മഗ്ഫിറത്തും അജ്റും കബീർ, അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലമുണ്ട്. കാരണം അത് കാണാതെ വിശ്വസിക്കുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ ആ രൂപത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ആ സൃഷ്ടികളെ നിരീക്ഷിച്ച് അവർ വിശ്വസിക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും അള്ളാഹു ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ അദൃശ്യ നിലയിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അക്കാലത്ത് ജീവിച്ചിരുന്ന സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ലൈവായിട്ട് റസൂലുള്ളാഹിനെ കാണാനും ആ മഹത്തായിട്ടുള്ള ആ സ്വഭാവം അനുഭവിക്കാനും അതേപോലെ തന്നെ പല സമയത്തും മലക്കുകളുടെ ആ ഒരു സാന്നിധ്യം, എഫക്റ്റുകളെല്ലാം പല യുദ്ധത്തിലും അതിനെല്ലാം അവർ സാക്ഷിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിലൂടെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കേട്ട് വിശ്വസിക്കുക മാത്രമാണ്, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറമുദ്ദിരിക്കുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ വരാനിരിക്കുന്ന തൻ്റെ അഹ്ബാബുകളെ സംബന്ധിച്ച് റസൂലുള്ള പറയുന്നുണ്ട്, അവരെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പം അത് കേട്ട ഉടനെ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അവലസ്ന അഹ്ബാബുക യാ റസൂലുള്ള, അപ്പം ഞങ്ങളല്ലേ നിങ്ങളുടെ അഹ്ബാബുകൾ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബികളാണ്. അതേസമയം അഹ്ബാബി അല്ലദീന യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയെല്ലാം ചെയ്ത എൻ്റെ സഹോദരങ്ങൾ, അവരെ സംബന്ധിച്ചാണ് റസൂലുള്ള അവിടെ പറയുന്നത്. ഈ രൂപത്തിൽ കാണാതെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിച്ച ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്നെല്ലാം റസൂലുള്ള ഹദീസിൽ പറയുന്നുണ്ട്. അജ്റും 50 റജുലൻ മിൻകും, നിങ്ങളിൽപ്പെട്ട 10 ആളുകൾ അല്ലെങ്കിൽ 50 ആളുകളുടെ പ്രതിഫലം ഉണ്ടെന്നെല്ലാം റസൂലുള്ള പറയുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഗൈബിനെ, അദൃശ്യത്തെ നിഷേധിച്ച ഓരോ ആളുകൾക്കും അവർ നിഷേധിച്ച ഓരോന്നും മരണസമയത്തും ശേഷം മരണാനന്തര ജീവിതത്തിലും നരകവും മറ്റുമെല്ലാം നേരിട്ട് അവരുടെ മുമ്പിൽ കാണിക്കപ്പെടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റബ്ബന അബ്സർന വസമിഅന. അതോടൊപ്പം അതിൻ്റെ ഒരു മറുവശം, ആ അദൃശ്യത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് ആ വിശ്വസിച്ചതിന് വമ്പിച്ച പ്രതിഫലവും അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗവും മറ്റും ലഭിക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള സൗഭാഗ്യവും സ്വർഗ്ഗലോകത്തിൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയുടെ 22-ാമത്തെ വചനത്തിൽ ഉജൂഹുൻ യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, ആ സ്വർഗാവകാശികൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള സൗഭാഗ്യം റസൂലുള്ള പറഞ്ഞു, മാനത്ത് നിങ്ങളൊരു പൂർണ്ണചന്ദ്രനുള്ള രാത്രി ആ ചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ദർശിക്കാനുള്ള മഹത്തായിട്ടുള്ള സൗഭാഗ്യം നൽകപ്പെടുമെന്ന് റസൂലുള്ള പറയുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു ആ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. ഇനി അടുത്ത 13-ാമത്തെ ആയത്ത്, അസിറു ഖൗലക്കും അബിജഹറു ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിക്കൊള്ളുക, അതല്ലെങ്കിൽ പരസ്യമാക്കിക്കൊള്ളുക, അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നു. അതാണ് 13-ാമത്തെ ആയത്ത്. അപ്പം അള്ളാഹു പറയാണ്, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നിങ്ങളുടെ മനോഗതങ്ങൾ അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രഹസ്യത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ളതാണ് നമ്മുടെ ആ മനോഗതങ്ങൾ. അതുപോലെ അറിയാമെന്ന് പറയുമ്പോൾ പിന്നീട് അതിനപ്പുറമുള്ളത് പറയേണ്ടതില്ലല്ലോ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് 3 ലൈഫ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ പബ്ലിക് ലൈഫാണ്, അതായത് നമ്മളെല്ലാ ആളുകളും കാണുന്ന നമ്മുടെ ആ മുഖം, ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തും മറ്റുമെല്ലാം. രണ്ടാമതായിട്ട് അയാൾക്കൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടെന്നുള്ളതാണ്, അതായത് നമ്മളോട് ഏറ്റവും ക്ലോസ് സർക്കിളായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഭാര്യയും വീട്ടുകാരും മാത്രം കാണുന്ന നമ്മുടെ ഒരു മുഖമുണ്ട്. അതിനോടൊപ്പം മൂന്നാമതായിട്ട് അയാൾക്കൊരു സീക്രട്ട് ലൈഫ് ഉണ്ട് എന്നുള്ളത്, അതായത് അത് നിനക്ക് മാത്രം അറിയാവുന്ന നിൻ്റെ ഒരു മുഖമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മളെ കൂടെ കിടക്കുന്ന ആളുകൾ പോലും അറിയുന്നുണ്ടാവില്ല, പക്ഷേ അള്ളാഹു അറിയുമെന്നുള്ളതാണ്. അതിനുമപ്പുറം സൂറത്ത് ത്വാഹയുടെ ആരംഭത്തിൽ 7-ാമത്തെ വചനത്തിൽ ഫ ഇന്നഹു യഅലമു സിർറ വ അഖ്ഫ, അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളും അതിനേക്കാൾ നിഗൂഢമായിട്ടുള്ളതും അള്ളാഹു അറിയുമെന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് രഹസ്യത്തേക്കാൾ നിഗൂഢമായിട്ടുള്ളത്? ഇപ്പോൾ രഹസ്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 1-2 പേര് അറിയുന്ന കാര്യങ്ങളാകും. അതല്ലാതെ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇനി നീ ഭാവിയിൽ അറിയാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നീ രഹസ്യമാക്കി വെക്കാൻ പോകുന്ന രഹസ്യങ്ങൾ അടക്കം അറിയാവുന്നവനാണ് അള്ളാഹു. ശേഷം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അവന് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും അറിയുന്നു. അപ്പം അത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ നീയത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ള ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ പുറമേക്ക് നിനക്ക് പലതും ചെയ്യാൻ സാധിച്ചേക്കാം. അള്ളാഹു അതിലേക്കല്ല നോക്കുന്നത്, മറിച്ച് വലാകിന്ന അല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആ ഹൃദയത്തിലുള്ള നെയ്യത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ഇന്നഹു അലീമുൻ
ബിദാത്തി സുദൂർ. അപ്പം നിന്നെ ഇത്രയും ആഴത്തിൽ അറിയുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വല്ലാത്തൊരു ചോദ്യമാണ് 14-ാമത്തെ ആയത്ത്. അലാ യഅലമു മൻ ഖലഖ്. അള്ളാഹു ചോദിക്കുകയാണ്, പിന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെല്ലാം അറിയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. നമ്മളെ മറ്റാരും അറിയുന്നതിനേക്കാൾ, നമ്മൾ അറിയുന്നതിനേക്കാൾ അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അടുത്തുള്ള മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ അതിനകത്തുള്ള സോഫ്റ്റ്വെയർ സെറ്റിങ്സ് എല്ലാം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ അതുണ്ടാക്കിയ ഒരാളും പറയുന്നുണ്ട് അതെനിക്കറിയാമെന്ന്. അത് രണ്ടും രണ്ട് ലെവലാണ്. അയാളുടെ അറിവുമായിട്ട് എൻ്റേത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ല. കാരണം അയാൾക്ക് അതിനകത്തുള്ള മൈന്യൂട്ട് സർക്യൂട്ടുകളെപ്പോലും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അയാളുടെ അറിവ് അതിൻ്റെ A to Z ആണ്. സമ്പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടെയാണ് അയാൾ അറിയാമെന്ന് പറയുന്നത്. കാരണം അയാളാണ് അതിൻ്റെ നിർമ്മാതാവ്. അതേ രൂപത്തിൽ നമ്മുടെ നിർമ്മാതാവായിട്ടുള്ള അള്ളാഹു പറയാണ്, അലാ യഅലമു മൻ ഖലഖ്. സൃഷ്ടിച്ചുണ്ടാക്കിയവന് പിന്നെ നിന്നെ അറിയില്ല എന്നുള്ളതാണ്. ശേഷം ആയത്തിൻ്റെ അവസാനം സുബ്ഹാനല്ലാഹ് പെർഫെക്റ്റ് ആണ്. വഹുവൽ ലത്തീഫുൽ ഖബീർ. അള്ളാഹു ലത്തീഫും ആണ്, അതേപോലെ തന്നെ ഖബീറും ആണ്. അള്ളാഹിൻ്റെ നാമങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് നാമങ്ങളിലൊന്നാണ് അൽ ലത്തീഫ് എന്നുള്ള നാമം. അപ്പോൾ അൽ ലത്തീഫ് എന്നുള്ള അള്ളാഹിൻ്റെ ആ ശ്രേഷ്ഠ നാമം പരിശുദ്ധ ഖുർആനിൽ 5-ലധികം സ്ഥലത്ത് കടന്നു വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ 2 ക്വാളിറ്റികളാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞാനത്തെ കുറിക്കുന്നതാണ്. ആ മൈക്രോ ലെവലിലുള്ള അള്ളാഹിൻ്റെ ആ അദൃശ്യമായിട്ടുള്ള ആ സൂക്ഷ്മജ്ഞാനം അത്. രണ്ടാമതായിട്ട് അത് അറിവ് മാത്രമല്ല, അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും കാണാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം നമുക്ക് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അത് ആ ഒരു ക്വാളിറ്റിയാണ് രണ്ടാമതായിട്ട് അത് കാണിക്കുന്നത്. അപ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ലളിതമായിട്ട് നൽകാവുന്ന ഒരു ഉദാഹരണം. അപ്പോൾ നമ്മൾ നിരന്തരം ശ്വസിക്കാറുണ്ട്. അപ്പോൾ ആ ശ്വസനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ റൂം നിറയെ ഓക്സിജൻ ഉണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതിൻ്റെ എഫക്റ്റ് നമ്മൾ സദാ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകാറില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തൂടെ ഓടുന്ന ആ രക്തം, ആ ധമനികളിലൂടെ ആ രക്തം സദാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോകാറില്ല. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ രൂപത്തിൽ സദാ നമുക്ക് വേണ്ടി കാണാത്ത വിധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ 2 ക്വാളിറ്റികൾ അത് പരിശുദ്ധ ഖുർആൻ്റെ ആ ബേസിൽ തന്നെ നോക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് സൂറത്ത് ലുഖ്മാനിൽ അതിൻ്റെ 16-ാമത്തെ ആയത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. അപ്പോൾ അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കടുകുമണിയോളം വലിപ്പമുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു കടുകുമണി അത് ഭൂമിയിൽ എവിടെയെങ്കിലും, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചാലും, അതായത് കറുത്ത പാറക്കുള്ളിൽ ആ ചെറിയ കടുകുമണി നിങ്ങൾ ഒളിപ്പിച്ചാലും, ഇനി ഭൂമി വേണ്ട, ഈ വാനലോകത്ത് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും, സുബ്ഹാനല്ലാഹ് പറയുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചൊരു കടുകുമണി, അപ്പോൾ അത് ഈ റൂമിൽ തന്നെ വളരെ ചെറുതാണ്. നമ്മൾ സൂം ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ ആ റൂം കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പട്ടണം കഴിഞ്ഞ് ആ വിശാലമായിട്ടുള്ള ഭൂമിയും കഴിഞ്ഞ് നമ്മൾ ആ സൂം ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ ആ സൗരയുധത്തിൽ തന്നെ ഒരല്പം കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമി തന്നെ ഒരു കടുകുമണിയോളം ചെറുതാകും. അപ്പോൾ വീണ്ടും വീണ്ടും സൂം ചെയ്ത് നിരവധി ഗാലക്സികളെല്ലാം കടന്നു പോകുന്നതിനനുസരിച്ച് നമുക്കറിയാവുന്ന ആ മൊത്തം പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ കടുകുമണി എത്ര ചെറുതാണ്. അള്ളാഹു പറയാണ്, ആ ഒരു കടുകുമണി നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും യഅതി ബിഹല്ലാ, അള്ളാഹു ഉടനെ തന്നെ, അത് എവിടെയായാലും ഉടനെ തന്നെ അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. ശേഷം ആയത്തിൻ്റെ അവസാനം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹുവിൻ്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ ജ്ഞാനം അതവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തലം. രണ്ടാമത്തെ അതിൻ്റെ ഒരു തലം ഞാൻ പറഞ്ഞു, അഗോചരമായിട്ടുള്ള രൂപത്തിൽ, അദൃശ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയുടെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു ലതീഫും ബി ഇബാദിഹി അള്ളാഹു പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമായി തീർന്ന ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ ഗോഡ് വർക്ക്സ് മിസ്റ്റീരിയസ് വേസ്, അതായത് ദൈവം വളരെ നിഗൂഢമായിട്ടുള്ള വഴികളിലൂടെയാണ് പ്രവർത്തിക്കുക. ആ ഒരു ആശയത്തെ അന്വർത്ഥമാക്കുന്നതാണ് അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം. അപ്പം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ സാന്നിധ്യം സദാ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം സദാ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കിണർ മുതൽ സിംഹാസനം വരെയുള്ള ആ ചരിത്രത്തിൻ്റെ ഓരോ ഇവൻറ്റുകൾ, ഓരോ പസിലുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഓരോന്നും കൃത്യസമയത്ത് ആ കൃത്യ സ്പോട്ടിലാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന് അടുത്ത സംഭവത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ്. ആദ്യം ആ സ്വപ്നം കണ്ടതുകൊണ്ടാണ് കിണറ്റിലെത്തുന്നത്, കിണറ്റിൽ വീണതുകൊണ്ടാണ് യാത്രക്കാരുടെ കയ്യിലെത്തുന്നത്, ആ യാത്രക്കാരുടെ കയ്യിൽ അകപ്പെട്ടതുകൊണ്ടാണ് അജീസിൻ്റെ വീട്ടിലെത്തുന്നത്. ഓരോന്നും ഓരോന്നിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അതിലൊരൊറ്റ പസിലും ഒരൊറ്റ ഇവൻറ്റും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാരണം ഒന്ന് മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യണം, അത് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ അവസാനം ആ പസിലുകളെല്ലാം ചേർത്ത് വെക്കുന്ന സമയത്ത്
അതിമനോഹരമായിട്ടുള്ളൊരു ചിത്രം അവിടെ രൂപപ്പെടുകയാണ്. അപ്പം എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര ഭംഗിയോടുകൂടെയാണ് അള്ളാഹു അവൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പം ആ കടന്നുപോയ ഓരോ ഇവൻറ്റുകൾക്കിടയിലും അള്ളാഹിൻ്റെ അദൃശ്യ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൻ്റെ 21-ാമത്തെ വചനത്തിൽ വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, ഓരോ ഇവൻറ്റുകൾക്കിടയിലും അള്ളാഹിൻ്റെ സാന്നിധ്യം, ആ ഒരു പ്രസൻസ് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ പതിലുകളെല്ലാം ചേർന്ന് അവസാനം ആ മനോഹരമായിട്ടുള്ള ചിത്രം പൂർത്തിയാക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് 100-ാമത്തെ വചനത്തിൽ, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. അപ്പം അവിടെയും അൽ ലത്തീഫ് എന്നുള്ള അള്ളാഹിൻ്റെ ആ നാമം കടന്നു വരുന്നുണ്ട്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും സമാനമാണ്. അപ്പം അത് നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ അദൃശ്യനായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് മൊത്തം ചിത്രത്തിൻ്റെ ഒരു പസിൽ, ഒരു പീസ് മാത്രമാണെന്ന് മനസ്സിലാക്കി അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ആയത്തിൽ വഹുവൽ ലത്തീഫുൽ ഖബീർ, ഖബീർ എന്നുള്ളതൊരു കാര്യത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അറിവാണ്, അതിൻ്റെ എസൻസിനെ സംബന്ധിച്ചുള്ള അറിവ്. ഇപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് ചോദിച്ചറിയുന്നതും പകരം അയാളുടെ അടുത്ത് പോയി അയാളോടൊപ്പം വർഷങ്ങളോളം താമസിച്ച് അടുത്ത് ഇടപഴകി എക്സ്പീരിയൻസ് ചെയ്ത് അറിയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും സമ്പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ അകവും പുറവും സൂക്ഷ്മമായിട്ട് അറിയാവുന്നവനാണ്. അതുകൊണ്ടാണ് ആയത്തിൽ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇനി നമ്മൾ ആ സൂറത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് 15-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, അള്ളാഹുവാണ് ആ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി അല്ലെങ്കിൽ മെരുക്കി ഇണക്കി തന്നവൻ. അപ്പോൾ ദലൂൽ എന്നുള്ള ആ ഒരു പദം കുറിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു മൃഗത്തെ, ഒരു വന്യമൃഗത്തെ നമ്മൾ ട്രെയിനിങ് എല്ലാം നൽകി ഇണക്കി മെരുക്കി എടുക്കാറുണ്ട്. ആ യജമാൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് അതിനെ മെരുക്കി എടുക്കാറുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആ പശുവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിൽ അതേ പദം കടന്നു വരുന്നുണ്ട്. ഇന്നഹാ ബഖറത്തുൻ ദലൂലുൻ തുസീറുൽ അർദ്, 71-ാമത്തെ ആയത്ത്. ഇപ്പോൾ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഇണക്കി മെരുക്കി തന്നു എന്ന് പറയുമ്പോൾ ആ ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അതിൻ്റെ യജമാനൻ അതിനെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സമയത്ത് തുമ്മർജിഅൽ ബസറ കറത്തൈൻ, ഭൂമി എല്ലാ അർത്ഥത്തിലും ഒരു എക്സെപ്ഷൻ ആണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സോ പ്ലാനറ്റുകളെ സംബന്ധിച്ച്, നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ആ ഗ്രഹങ്ങളെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം, ഒരു ഡോക്യുമെൻ്ററി കണ്ടത് ഓർക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്, സൗരയൂഥത്തിന് അപ്പുറത്തുള്ള 5000-ലധികം ഈ രൂപത്തിലുള്ള എക്സോ പ്ലാനറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിലൊന്നുപോലും നമ്മൾ അറിഞ്ഞെടുത്തോളം ഭൂമിക്ക് സമാനമായിട്ട് ജീവൻ അനുയോജ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഭൂമി എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ TRES 2b എന്നുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഡാർക്കസ്റ്റ് പ്ലാനറ്റ്, അതായത് കൂരാകൂരി ഇരുട്ട് മാത്രമാണ്, കറുത്തിരുണ്ട ഇരുട്ട് മാത്രമുള്ള ഒരു ഗ്രഹം. അതിനെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്ത് ആ പകലിനെ നൽകിയ അനുഗ്രഹം അള്ളാഹു എടുത്തു പറയുന്നതെല്ലാം നമ്മൾ പരിശുദ്ധ ഖുർആനിൽ അതെല്ലാം ചേർത്ത് വെക്കുക. അപ്പോൾ സൂറത്തുൽ ഖസസിൽ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദ്ദിയാ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അതായത് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഇരുട്ട് മാത്രമായിരുന്നെങ്കിൽ ആ വെളിച്ചം ഞാനല്ലാതെ ആരാണ് നൽകുക? അപ്പോൾ അതേപോലെ ആ ഭൂമിയിൽ ജീവനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ കാലാവസ്ഥ, ഇപ്പോൾ പുറത്തുള്ള ഡിമിഡിയം എന്നുള്ള ഒരു ഗ്രഹത്തെ സംബന്ധിച്ച് 52 പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള ഒരു ഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ കൊടും ചൂടാണ്. കാര്യമായിട്ട് അവിടെയുള്ളത് അയണാണ്, ഇരുമ്പാണ്. ഇരുമ്പിനെ ഉരുക്കുന്ന രൂപത്തിൽ 1800 ഡിഗ്രി ഫാരൻഹീറ്റ് എല്ലാം കൊടും ചൂടുള്ള ആ ഗ്രഹം. അവിടെ ഉരുകിയ ഇരുമ്പിൻ്റെ ആ മെൽറ്റഡ് അയൺ, അതിൻ്റെ മഴയാണത്ര ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്കും പിന്നീട് വരും. അപ്പം അതിൽ മറ്റൊരു ഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നത് അതിൽ സദാ കൊടും കാറ്റാണ്. അതായത് അതിവേഗതയുള്ള 5400 MPH മൈൽസ് പെർ ഹവർ വേഗതയുള്ള കാറ്റുകളാണ്. അപ്പം അത് ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വേഗതയേറിയ കാറ്റിൻ്റെ സ്പീഡ് വെറും 250-300 MPH മാത്രമാണ്. ചിന്തിച്ചു നോക്കുക. അപ്പം ഈ രൂപത്തിൽ ജീവന് തികച്ചും പ്രതികൂലമായിട്ടുള്ള എക്സ്ട്രീം സാഹചര്യങ്ങളാണ് പുറത്തുള്ള ഗ്രഹങ്ങളിൽ. അതേസമയം കാരുണ്യവാനായിട്ടുള്ള യജമാനൻ ഭൂമിയെ ആ ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അത് കസ്റ്റമൈസ് ചെയ്തതാണ്. അതാണ് പറഞ്ഞത്, ഭൂമി എക്സെപ്ഷനാണ്. അപ്പം അതുകൊണ്ടാണ് മനുഷ്യർ മറക്കാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹത്തെ അള്ളാഹു നിരന്തരം ഖുർആനിൽ അടിക്കടി ഉണർത്തുന്നത്. സൂറത്തു നംലിൻ്റെ 61-ാമത്തെ വചനത്തിൽ ജഅല ലക്കുമുൽ അർള ഖറാറ, അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റേബിളാക്കി തന്നു. അതേ ഭാഷ ഉപയോഗിച്ചത് പിന്നീട് ഗർഭപാത്രത്തെ സംബന്ധിച്ചാണ്. സൂറത്തു മുർസലാത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ ഖറാറിൻ മക്കീൻ അള്ളാഹു പറയുന്നുണ്ട്. അതായത് മാതാവിൻ്റെ ആ ചലനങ്ങളും മറ്റൊന്നും അറിയാതെ ആ ഭദ്രമായിട്ട് ആ കുട്ടി ആ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് പോലെ. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അലം നജഅലിൽ അർള കിഫാത്ത, അതിനകത്തുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു കണ്ടെയ്നർ പോലെ. അപ്പോൾ ഭൂമി വ്യത്യസ്ത ചലനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്, അത് സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യന് നേരെ അതിവേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ ഭൂമിയെയും വഹിച്ച് നമ്മുടെ സൗരയൂഥം ചലിക്കുന്നുണ്ട്, നമ്മുടെ സൗരയൂഥത്തെയും വഹിച്ച് ആ ഗാലക്സി ചലിക്കുന്നുണ്ട്. മൊത്തത്തിൽ
ഓരോ സെക്കൻഡിലും 1280 കിലോമീറ്റർ എന്നുള്ള വേഗതയിലാണ് ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നും അകത്തുള്ള നമുക്ക് അനുഭവപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു പർവ്വതങ്ങളാലും വ്യത്യസ്ത ബലങ്ങളാലെല്ലാം ജഅലലക്കുമുൽ അർള ഖറാറ, ആ ഭൂമിയെ സ്റ്റേബിളാക്കി നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വലിയ അനുഗ്രഹത്തെ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന സ്നേഹം കലർന്ന ഭാഷയിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്തു നബഇൽ അലം നജഅലിൽ അർള മിഹാദ അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു തൊട്ടിലാക്കിയെന്ന്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഗർഭപാത്രമായിട്ട് ബന്ധപ്പെടുത്തി ഖറാർ എന്നുള്ള പദം. അപ്പോൾ നമ്മൾ മദർ എർത്തിനെ സംബന്ധിച്ചെല്ലാം പറയാറുണ്ട്. അതേപോലെ തന്നെ സൂറത്തു നൂഹിൽ അല്ലാഹു ജഅലലക്കുമുൽ അർള ബിസ്വാത അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു. അതായത് നമ്മുടെ സൗകര്യത്തിന് ഒന്ന് റിലാക്സ് ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞെല്ലാം കിടക്കാൻ കഴിയുന്ന രൂപത്തിൽ, മറ്റൊരു ഗ്രഹത്തിലും ഇല്ലാത്ത രൂപത്തിൽ ആ ഭൂമിയെ അതിനുവേണ്ടി അള്ളാഹു സംവിധാനിച്ചു തന്നു എന്നുള്ളതാണ്. ശേഷമായത്തിൽ ഹുവല്ലദീ ജഅലലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫി മനാകിബിഹ അള്ളാഹു പറയാണ്, അപ്പോൾ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഈ രൂപത്തിൽ മെരുക്കി വിധേയമാക്കി തന്നത്, അതുകൊണ്ട് ഫംശൂ ഫി മനാകിബിഹ നിങ്ങൾക്ക് അതിൻ്റെ ചുമലിലൂടെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൻകബ് എന്ന് വെച്ചാൽ ഭാഷയിൽ ഷോൾഡർ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഭൂമിയുടെ ആ പ്രതലത്തെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി മെരുക്കി വിധേയമാക്കി തന്നതുകൊണ്ടാണ് അതിനു മീതെ സുഗമമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും കൃഷി ചെയ്യാനും അതേപോലെ തന്നെ കുഴിക്കാനും, വലിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ താഴേക്ക് കുഴിച്ച് നിർമ്മിക്കാറുണ്ട്. അപ്പം അതിനെല്ലാം ഉതകുന്ന രൂപത്തിൽ ഭൂമിയെ അള്ളാഹു ആ ഒരു പ്രതലത്തെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നു എന്നുള്ളതാണ്. ഫംശൂ ഫി മനാകിബിഹ, ശേഷം വ കുലൂ മിർ റിസ്ഖിഹി, അവൻ്റെ ഉപജീവനത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഭൂമിയിലുടനീളമുള്ള വൈവിധ്യമാർന്ന സസ്യങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന റിസ്ഖാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പം അതുമാത്രമല്ല, ഭൂമിയിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള റിസ്ക്, ഇപ്പോൾ ഫലവൃക്ഷങ്ങളും മറ്റും, അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ സൃഷ്ടിക്കല്ല ചെയ്തത്. കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു അത് ഏറ്റവും മികച്ച രൂപത്തിലാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു സൂറത്ത് സജദയിൽ അള്ളാഹു പറയുന്നത്, ഏറ്റവും മികച്ച രൂപത്തിലാണ് അത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചിന്തിച്ച് നോക്കുക, അപ്പോൾ നമ്മുടെ അതിജീവനം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും സ്റ്റാർച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ജീവികൾ അവർ പുല്ലും മറ്റും കെച്ചപ്പും അതൊന്നും കൂട്ടിയിട്ടല്ല അവർ കഴിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും ഓരോ ഫ്ലേവറിൽ, അത് തറയിലൊന്നല്ല, അത് വൃത്തിയോടുകൂടെ വിളമ്പി ആസ്വദിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നൽകാതെ, ഇപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹമുള്ള ഒരാൾക്ക് വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് വാങ്ങി മനോഹരമായിട്ടുള്ളൊരു വർണ്ണക്കടലാസിലെല്ലാം പൊതിഞ്ഞ് നൽകുന്നത് പോലെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഓരോ ഫലവർഗ്ഗങ്ങൾക്കും അത്യാകർഷകമായിട്ടുള്ള വർണ്ണങ്ങളും അവന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ചും ആപ്പിളെല്ലാം അതിൻ്റെ ആ വർണ്ണങ്ങൾ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ചേർത്ത് വായിക്കേണ്ടത് സൂറത്തുൽ ബഖറയുടെ 138 വചനത്തിൽ അള്ളാഹു അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സിബഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബഗ. അള്ളാഹു നൽകിയിട്ടുള്ള വർണ്ണങ്ങളാണതെല്ലാം. അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? ആ ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള വർണ്ണ വൈവിധ്യങ്ങളിലേക്കാണ് ആയത്ത് വിരൽ ചൂണ്ടുന്നത്. അത് ഫലവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അതേപോലെ തന്നെ ഇപ്പോൾ മനോഹരമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഔട്ടർ ഷെല്ല്, ഓരോ ഫ്രൂട്ടും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു മിഠായി അതിൻ്റെ പൊതി നമ്മൾ ഭൂമിയിലേക്ക് എറിയുകയാണെങ്കിൽ അത് ഭൂമിക്ക് അപകടമാണ്, അത് ഭൂമിക്ക് കേടാണ്. അതേസമയം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഫലവർഗ്ഗങ്ങളുടെ ആ ഒരു പുറം ഭാഗം, അത് നമുക്ക് ഏറ്റവും അത് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭാഗമാണ്. അത് ഇനി നമുക്ക് തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭൂമിക്ക് ഏറ്റവും പോഷകമായിട്ട് മാറാണ്. അപ്പോൾ ആ രൂപത്തിലാണ് അള്ളാഹു അതിനെയെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ വർണ്ണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഗന്ധങ്ങളുടെ വൈവിധ്യവും ആ ലോകത്ത് കാണാൻ സാധിക്കും. ഓരോ ഫ്രൂട്ടിനും അത്യാകർഷകമായിട്ടുള്ള ഓരോ ഗന്ധങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ അതിജീവനത്തിന് മാത്രമാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് സ്പെഷ്യലായിട്ട് അള്ളാഹു, സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ഇതെല്ലാം നമ്മോടുള്ള കാരുണ്യമായിട്ട് നൽകിയതാണ്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ആ കാരുണ്യത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്ന സൂറത്ത് റഹ്മാനിൽ പ്രത്യേകമായിട്ട് ഇത് രണ്ടും അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. 11-12 ആയത്തുകളിൽ ഫീഹാ ഫാക്കിഹത്തും വന്നഖ്ലു ദാത്തുൽ അക്മാം അള്ളാഹു പ്രത്യേകമായിട്ട് ആ കബറിങ്ങിനെ സംബന്ധിച്ച് പറയുന്നു. അതിനുശേഷം വൽ ഹബ്ബുദുൽ അസ്ഫി വർ റൈഹാൻ, ആ ഗന്ധങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ഭൂമിയിലുള്ള റിസ്ക് എന്ന് പറയുമ്പോൾ അത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങളല്ല, ഭൂമി തന്നെ നമുക്ക് നൽകുന്ന റിസ്കുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങൾ, പെട്രോളും കൽക്കരിയും പ്രകൃതിവാതകങ്ങളെല്ലാം, ഇതെല്ലാം ഭൂമി നമുക്ക് നൽകുന്ന റിസ്ക്കാണ്. പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സുകൾ അതാണ്. അത് നമ്മളുണ്ടാക്കുന്നതല്ല. ഭൂമിക്ക് മീതെയുള്ള നശിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടക്കുന്ന സമയത്ത് അവിടെ രൂപം കൊള്ളുന്നതാണ്. ചേർത്ത് വായിക്കേണ്ട പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയുടെ 6 വചനത്തിൽ ലഹു മാഫി സമാവാത്തി വമാഫിൽ അർളി
വമാ ബൈനഹുമ വമാ തഹ്ത സറ. അള്ളാഹു പറയുന്നുണ്ട്, ആകാശഭൂമികളിലുള്ളതും അവക്കിടയിലുള്ളതും ആ മണ്ണിനടിയിലുള്ളതും ഭൂമിയുടെ അന്തർഭാഗത്തുള്ളതും എല്ലാം അവൻ്റേതാണ്, അവൻ അവകാശപ്പെടുന്നതാണ്. അപ്പം അതെല്ലാം അള്ളാഹു നമുക്ക് റിസ്ഖായിട്ട് നൽകിയതാണ്. വകുലൂമി റിസ്ഖിഹി, ശേഷം ആയത്തിൻ്റെ അവസാനം വ ഇലൈഹിൻ നുഷൂർ, അവനിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും ഒരിക്കൽ പുറത്തു വന്ന നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ആ ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ്. അതേ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു വീണ്ടും നമ്മളെ മുളപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള സൂറത്ത് നൂഹിൻ്റെ 17-ാമത്തെ ആയത്തിൽ വല്ലാഹു അംബതക്കും മിനൽ അർളി നബാത, നമ്മൾ അള്ളാഹു മുളപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള. മറ്റൊരു സ്ഥലത്തും സൂറത്ത് ത്വാഹയിൽ തന്നെ 55-ാമത്തെ വചനത്തിൽ മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, നമ്മൾ ആ ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്, ആ ഭൂമിയിലേക്ക് നമ്മൾ മടങ്ങും, അതേ ഭൂമിയിൽ നിന്ന് വീണ്ടും അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. വ ഇലൈഹിൻ നുഷൂർ. ഇനി അടുത്ത 16-ാമത്തെ ആയത്തിൽ അമിൻതും മൻഫിസ് സമാഇ അൻ യഖ്സിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ, അള്ളാഹു പറയാണ്, ആകാശത്തുള്ളവൻ ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി, അതല്ലെങ്കിൽ ഭൂമി ശക്തമായിട്ട് പ്രകമ്പനം കൊള്ളുന്നത് അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ നിർഭയരാണോ? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ആയത്തിൽ ആ ഭൂമിയെ മനോഹരമായിട്ട് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള രൂപത്തിൽ ആ ഭൂമിയിൽ നൽകിയിട്ടുള്ള സംവിധാനം, ഒരു മാതൃസ്നേഹത്തിൻ്റെ ഭാഷയിൽ അള്ളാഹു സംസാരിച്ചത്, ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ ഉണർത്തിയതായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മറുവശത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ഒരു ആയത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യം മുഖേന നിങ്ങൾക്ക് നൽകിയതാണ്, അതല്ലാതെ ഈ രൂപത്തിലാക്കാനും അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മുൻഗാമികളുടെ ചരിത്രത്തിൽ അത് സംഭവിച്ചതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ധിക്കാരം പ്രവർത്തിച്ച ഖാറൂനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്തുൽ ഖസസിൻ്റെ 81-ാമത്തെ വചനത്തിൽ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, ആ ഭൂമി അയാളെയും ആ സംഘത്തെയും ആഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അഹങ്കാരിയായിട്ട് അത്യധികം അഹങ്കരിച്ച ഒരു മനുഷ്യൻ, റജുലൻ യംഷി ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സഹു, ആ അഹങ്കാരിയായിട്ടുള്ള മനുഷ്യനെ ഭൂമി വിഴുങ്ങിയതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ചെല്ലാം ഹദീസിലും കാണാൻ സാധിക്കും. ഈ ഒരു ആയത്തിൽ അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾ നിസ്സാരമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന സേഫ്റ്റി എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്, അതല്ലാതെ നിങ്ങളുടെ കഴിവിലും ശക്തിയിലും നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കേണ്ടതില്ല. ഫഇദാ ഹിയ തമൂർ, ആയത്തിൻ്റെ അവസാനം ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ആ ഷെയ്ക്ക് ചെയ്യുന്നതിനെ, പ്രകമ്പനം കൊള്ളുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിലുള്ള മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥകൾക്ക് നമ്മൾ സാക്ഷിയാകാറുണ്ട്. എത്ര വലിയ ടെക്നോളജി കയ്യിലുണ്ടെന്ന് അഹങ്കരിച്ചാലും അതൊന്നും കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാതെ പോവാണ്. ഒരു ടെക്നോളജിയും കയ്യിലില്ലാത്ത ജീവികൾ പോലും അത് മുൻകൂട്ടി അറിയാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് മീതെയുള്ള ഒരു സേഫ്റ്റി അതെന്നൊന്നും അതേ രൂപത്തിലാണെന്ന് നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നത്, അത് ഈ രൂപത്തിലല്ല, അത് ഞാൻ ഈ രൂപത്തിലാക്കിയതാണ്, അത് ഈ രൂപത്തിലും എനിക്ക് ആക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ സൂറത്തു സിൽസാൽ, പരിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗത്ത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അപ്പോൾ ഭൂമി ആ പ്രകമ്പനം കൊള്ളുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഖിയാമത്ത് നാളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലൻ എന്നല്ല, സിൽസാലഹ, അതായത് ഭൂമി അതിൻ്റെ ആ പ്രകമ്പനം. അപ്പോൾ നമ്മളത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ അസ്വല, അതിൻ്റെ ഡീഫോൾട്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പം അതിന് വിപരീതമായിട്ട് സംഭവിക്കുന്ന സമയത്ത് മനുഷ്യർ ഒന്നടങ്കം അത് ചോദ്യം ചെയ്യാണ്. വഖാലൽ ഇൻസാനു മാലഹ, ഇതിനെന്ത് പറ്റി, അല്ലെങ്കിൽ ഇതെന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനുഷ്യൻ ആ സമയത്ത് വിലപിക്കും എന്നുള്ളത്. അതായത് ഒരു കാര്യം സദാ ആ രൂപത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക്, ആ ഒരു മിഥ്യാധാരണയിലേക്ക് സൗകര്യപൂർവ്വം നമ്മൾ എത്തുകയാണ്. അപ്പോൾ അതില്ലാതെ പോകുന്ന സമയത്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മറുവശം സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക. വളരെ റിലാക്സ് ചെയ്ത് വിനോദങ്ങളിലെല്ലാം മുഴുകി ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന സമയത്ത് പെട്ടെന്നൊരു ടെർബുലൻസ് വരുന്ന സമയത്ത് അതെല്ലാം പൂട്ടിവെച്ച് നമ്മൾ ആ ഒരു അനുഗ്രഹത്തിലെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് പോലെ. അപ്പോൾ അള്ളാഹു അതിൻ്റെ ഒരു മറുവശം നൽകിക്കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഇനി അടുത്ത 17ഉം 18ഉം ആയത്തുകൾ. അപ്പോൾ നമ്മൾ ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു, ഉടനെ തന്നെ അള്ളാഹു ആകാശത്തെ സംബന്ധിച്ച് പറയുകയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്. അപ്പോൾ ആ ഒരു സൂറത്തിൻ്റെ മൊത്തം ആ ഒരു ഉസ്ലൂബ്, അതിൻ്റെ ആ ഒരു സ്റ്റൈല് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള ആ ഒരു ഇൻ്റർപ്ലേ ആ സൂറത്തിലുടനീളം കാണാൻ സാധിക്കും. ഒന്നുകിൽ താഴെയുള്ളത് ഉടനെ തന്നെ മീതെ, ആ രൂപത്തിലുള്ള ഒരു സീക്വൻസ് ആ സൂറത്തിലുടനീളം വരുന്നുണ്ട്. അപ്പം അള്ളാഹു ഈ ഒരു ആയത്തിൽ 17ാമത്തെ ആയത്തിൽ അമിൻതും മൻഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അപ്പം അള്ളാഹു ചോദിക്കുകയാണ്, ആ ഭൂമി മാത്രമല്ല ആകാശത്തുള്ളവൻ നിങ്ങൾ സേഫാണെന്ന് ധരിക്കുന്ന ആ വാനലോകത്തുനിന്നും നിങ്ങൾക്ക് മീതെ വല്ല ശിക്ഷയും വല്ല ചരൽ വർഷമോ മറ്റോ നിങ്ങൾക്ക് മീതെ അയക്കില്ലെന്ന് നിങ്ങൾ നിർഭയരാണോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപജീവനത്തിൻ്റെ ആ റിസ്ഖിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്നുള്ളത് ആകാശമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ വഫി സമാഇ റിസ്ഖുക്കും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും നമുക്ക്
ആ സൂര്യൻ്റെ വെളിച്ചവും അതേപോലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള മഴ പോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു അതിൻ്റെ ഒരു മറുവശം നമ്മളെ ഉണർത്തുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അലങ്കാരത്തിനെല്ലാം നോക്കി ആസ്വദിക്കുന്ന ആ വാനലോകം, വലഖദ് ജയ്യന്ന സമാ അദ്ദുനിയാ ബി മസ്വാബിയ, അതല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ വാനലോകത്ത് നിന്ന് റിസ്ക് മാത്രമല്ല നിങ്ങൾക്ക് മീതെ അദാബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീതെ ശിക്ഷ അയക്കാനും അള്ളാഹ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മളെ ഉണർത്തുകയാണ്. ഇപ്പോൾ മുൻകാലത്ത് അള്ളാഹു ആ രൂപത്തിൽ നൽകിയതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ ഖമറിലെല്ലാം അംത്വർന അലൈഹ ഹിജാറത്തൻ മിനസ് സമാ, അള്ളാഹു ആ ജനതയ്ക്ക് മീതെ ആ ചരൽമഴ വർഷിച്ച് അവരെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു ആ തോട്ടക്കാരുടെ ആ സംഭവം പറഞ്ഞ സമയത്തും അയാൾ അഹങ്കരിച്ച സമയത്ത് 40-ാമത്തെ ആയത്തിൽ വയുർസില അലൈഹ ഹുസ്ബാനം മിനസ് സമാ, അള്ളാഹു ഈ രൂപത്തിൽ ശിക്ഷ അയച്ചതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമായിട്ടുള്ള മഴയും റിസ്ക്കും മാത്രമല്ല, മറിച്ച് ആ ശിക്ഷ നൽകാനും അള്ളാഹ്ക്ക് കഴിയുമെന്നുള്ളത്. ചില സമയത്ത് ആ മഴ തന്നെ അദാബായിട്ട് ശിക്ഷയായിട്ട് മാറാറുണ്ട്. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ സൂറത്തുൽ ഖമറിൻ്റെ 11-ാമത്തെ ആയത്തിൽ ഫതഹ്ന അബ്വാബ സമാഇ ബിമാഇ മുൻഹമിർ അള്ളാഹു പറയുന്നുണ്ട്. പലപ്പോഴും എത്ര വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെന്ന് അഹങ്കരിച്ചാലും പ്രവചനാതീതമായിട്ട് കടന്നു വരുന്ന ആ പ്രളയങ്ങളുടെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ മനുഷ്യർ നിസ്സഹായരാണ്. അതല്ലെങ്കിൽ മഴ ലഭിക്കാതെയുള്ള ആ വരൾച്ചയുടെ പ്രതിസന്ധികൾ അടുത്ത കാലത്ത് നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ നമ്മുടെ കയ്യിലുള്ള ഏത് ടെക്നോളജിക്കും ആ മഴയെ വേണ്ട വിധം തടയാനോ നിർമ്മിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത്. മനുഷ്യൻ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ നിസ്സഹായനാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകാറില്ല. അള്ളാഹു അതിൻ്റെ ഒരു മറുവശം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് ശിക്ഷ അയക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹമായിട്ട് ആസ്വദിക്കുന്ന ആ മഴ തന്നെ ശിക്ഷയായിട്ട് ഭവിച്ചേക്കാം എന്നെല്ലാം പറയുന്ന സമയത്ത് അതേതെങ്കിലും മുൻഗാമികളുടെ ചരിത്രത്തിൽ മാത്രമല്ല, അപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറത്തേക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെൻ്ററിയിൽ ഇപ്പോൾ ഭൂമിക്ക് പുറത്തുള്ള നിരവധി ഗ്രഹങ്ങളിലുള്ള മഴയെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശുക്രൻ, വീനസ് എന്നുള്ള ഗ്രഹത്തിൽ അവിടെ സൾഫ്യൂരിക് ആസിഡാണ് മഴയായിട്ട് പെയ്യുന്നത്. അതല്ലെങ്കിൽ ടൈറ്റൻ, ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റൻ, അവിടെ മീഥൈനാണ് മഴയായിട്ട് വർഷിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിമിഡിയം എന്നുള്ള ഗ്രഹം, അവിടെ മെൽറ്റഡ് അയൺ, ഉരുകിയ ഇരുമ്പാണ് അവിടെ മഴയായിട്ട് വീഴുന്നത്. അപ്പം അതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ സൗരയൂഥത്തിന് പുറത്തുള്ള അതിവേഗതയിൽ കാറ്റ് വീശുന്ന ആ ഗ്രഹം HD 189733b എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹം. അപ്പം അതിൻ്റെ പ്രതലത്തിൽ മുഴുവൻ സിലിക്കയുടെ പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്ലാസ് മഴയാണ് പെയ്യുന്നത്. ആ ഗ്ലാസിൻ്റെ ചീളുകൾ, അതും ഈ ശക്തമായിട്ടുള്ള വേഗതയിലുള്ള കാറ്റ്, ഭൂമിയേക്കാൾ 20 ഇരട്ടി വേഗതയിലുള്ള ആ കാറ്റ്, ആ രൂപത്തിൽ ഗ്ലാസ് താഴേക്ക് വീണാൽ അതിൻ്റെ ആ വടിയിലുള്ള ഒന്നിനെയും അവശേഷിപ്പിക്കില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നെപ്റ്റ്യൂണിനെ സംബന്ധിച്ച് അവിടെ ഡയമണ്ടിൻ്റെ മഴയാണെന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം. അപ്പോൾ അവിടെ അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾ നിസ്സാരമായിട്ട് ഭൂമിയിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ മഴ അതിങ്ങനെ അല്ലാതെയും എനിക്ക് നൽകാൻ കഴിയും. ഓൾറെഡി അങ്ങനെയാണ് ഭൂമിക്ക് പുറത്തുള്ള പല ഗ്രഹങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഡീഫോൾട്ട്. നിങ്ങളുടേത് ഭൂമിയിലുള്ളത് അതൊരു എക്സെപ്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് അതിനെ റഹ്മത്ത് എന്നെല്ലാം അള്ളാഹു വിശേഷിപ്പിക്കാനുള്ള കാരണം. ഇപ്പോൾ മഴയെ സംബന്ധിച്ച് മാത്രമല്ല, നിരവധി പ്രതികൂല സാഹചര്യങ്ങളെ വിജയകരമായിട്ട് അതിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ ഇവിടെ സ്മൂത്തായിട്ട് നിലനിൽക്കുന്നത്. അതങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കാതെ പോവുകയാണ്. അപ്പോൾ പറയുന്നത് ഓരോ ദിവസവും 48 ടൺ 44,000 കിലോഗ്രാം ഉൽക്കകളാണ് ഭൂമിക്ക് നേരെ വന്ന് പതിക്കുന്നത്. അതിൻ്റെ 99% നമ്മുടെ അന്തരീക്ഷം അതിനെ കത്തിച്ച് കളയാണ്. വല്ലപ്പോഴും മനുഷ്യന് വസിക്കാത്ത പല മേഖലയിലാണ് അതിൻ്റെ ചെറിയ പീസുകളെല്ലാം വന്ന് വീഴുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാഇന്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂദ അല്ലാഹു പറയുന്നുണ്ട്, ഉപരിലോകത്തെ സംരക്ഷിതമായിട്ടുള്ളൊരു മേൽപ്പുരയാക്കി. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ 85-ാമത്തെ അധ്യായം അതിൻ്റെ ആരംഭം വസ്സമാഇ ദാത്തിൽ ബുറൂജ്, അതിൻ്റെ ഒരർത്ഥം സുഭദ്രമായിട്ടുള്ള കോട്ടകളുള്ള വാനലോകം. ഇത്തരം പ്രതികൂലമായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അതിനെ നമ്മൾ അതിജയിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ കാരുണ്യം കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ മനുഷ്യവാസത്തിന് മുമ്പ് ഭൂമിയിൽ ഇതേ രൂപത്തിൽ ഭീമാകാരമായിട്ടുള്ള ശിലകൾ, ആസ്ട്രോയിഡുകളെല്ലാം വന്ന് പതിച്ചതുകൊണ്ടാണ് ഭൂമിയിലുള്ള പല ജീവികളും നാമാവശേഷമായതെന്നുള്ള അനുമാനങ്ങളെല്ലാം അവർ തന്നെ പറയാറുണ്ട്. ആ മഴയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, ഇപ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു അധ്യായം പ്രധാനമായിട്ടും ആ താക്കീതുകളാണ്. അത് പ്രാഥമികമായിട്ട് അതിൻ്റെ പ്രഥമ സംബോധിതരെന്നുള്ളത് മക്കയിലുള്ള ഖുറൈശികളാണ്. അപ്പോൾ അവരോടാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ആ ധിക്കാരികളായിട്ടുള്ള അവിടുത്തെ നിഷേധികളായിട്ടുള്ള ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം, വാനലോകത്ത് നിന്നും ആ മഴ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും
ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അതിജീവിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ആ സമൃദ്ധമായിട്ടുള്ള ആ നിലക്കാത്ത ഉറവയുള്ള ആ സംസം അവരുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് സൂറത്തിൽ നമ്മൾ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അവസാനത്തെ ആയത്തിലേക്ക് പോവാം. 30-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം എന്നുള്ളത് അത് പ്രാഥമികമായിട്ട് ഖുറൈശികളോടാണ് ആ ചോദ്യം, പിന്നീട് നമ്മളോടും ആ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും. അള്ളാഹു ചോദിക്കുകയാണ്, ഇനി നിങ്ങളുടെ ആ വെള്ളത്തിൻ്റെ ആ സ്രോതസ്സ് വറ്റിപ്പോവാണെങ്കിൽ അത് ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? വല്ലാത്ത ചോദ്യമാണ്. അത് അവരോട് പ്രാഥമികമായിട്ട് ചോദിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വായിക്കുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഫ്രഷ് വാട്ടർ സ്രോതസ്സുകൾ നിരവധി ഭൂമിയിലുണ്ട്. അതെങ്ങാനും വറ്റിപ്പോവുകയാണെങ്കിൽ പിന്നീട് ആ വെള്ളം നൽകാനുള്ള സ്രോതസ്സ് അത് അള്ളാഹുവാണ് അത് നൽകുന്നതെന്ന് നമ്മളെ ഉണർത്തുകയാണ്. ഇനി ആ 19 മുതലുള്ള ആയത്തുകൾ, ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 19-ാമത്തെ ആയത്തിൽ അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദ്ന, അവർക്ക് മുകളിൽ ആ ചിറകും വിടർത്തി പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? അള്ളാഹു ആ പക്ഷികളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശേഷം മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു ആണ് അവയെ താങ്ങി നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവന് എല്ലാ കാര്യത്തെ സംബന്ധിച്ചും കണ്ടറിയുന്നവനാണ്. അതാണ് ആയത്ത്. ഇപ്പം ഇൻഷാ അല്ലാഹ് പക്ഷികളിലേക്ക് പിന്നീട് നമ്മൾ വരും. ആദ്യമായിട്ട് ഈ ഒരു ആയത്തിൻ്റെ പ്ലേസ്മെൻറ്റ് വളരെ ശ്രദ്ധേയമാണ്. പല സമയത്തും പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആയത്ത് നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ മൊത്തം സൂറത്ത് നോക്കുന്ന സമയത്ത് ആ സൂറത്തിൻ്റെ ഏത് പോയിന്റിലാണ് ഈ ഒരു ആയത്ത് കടന്നു വരുന്നത് എന്നുള്ള ആ ഒരു ആയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ ശ്രദ്ധേയമാണ്. അപ്പം മൊത്തം സൂറത്ത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പ്രഥമ സംബോധിതരെന്നുള്ളത് ആ മക്കയിലുള്ള ഖുറൈശികളാണ്. അവരുടെ ആ തുടരെയുള്ള ആ നിഷേധ നിലപാടിന്, ആ ഒരു പ്രവണതക്കുള്ള താക്കീത്, ഇന്ദാറാണ് ഈ ഒരു സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ പ്രാഥമികമായിട്ട് അള്ളാഹു അവരോടും പിന്നീട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടാണ് അള്ളാഹു സംവദിക്കുന്നത്. അപ്പോൾ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു ചോദിച്ചത്, നിങ്ങൾ സുരക്ഷിതമായിട്ട് കാണുന്ന ആ വാനലോകത്തു നിന്നും വല്ല ശിക്ഷയും ചരൽ വർഷവും മറ്റും ബാധിക്കില്ലെന്ന് നിങ്ങൾ നിർഭയരാണോ? ആ ഒരു ചോദ്യമായിരുന്നു. ഉടനെ തന്നെ അവരോട് ആ വാനലോകത്തുള്ള പക്ഷികളിലേക്ക് നോക്കാൻ പറയണം. മനോഹരമാണ്. ഇവിടെ ഒരു ആയത്ത് തന്നെ 2 ഓഡിയൻസിന് അത് വായിക്കുന്ന സമയത്ത് 2 ചിത്രമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള ആളുകൾക്ക് ആ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ പക്ഷികളിലേക്ക് നോക്കാൻ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ ഉണർത്താൻ പോകുന്നത് അവർക്കറിയാവുന്ന പക്ഷികളുടെ ഒരു സംഭവമായിരിക്കും. അതേതാണത്? പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായം സൂറത്തുൽ ഫീലിൽ വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, ആ പക്ഷികളിലൂടെ അള്ളാഹു ശിക്ഷ നൽകിയ ഒരു സംഭവം അവർക്ക് ഏവർക്കും സുപരിചിതമാണ്. അതായിരിക്കും അവരെ ഉണർത്തുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ട് ആ രൂപത്തിലാണെങ്കിലും പരിശുദ്ധ ഖുർആന്റെ സന്ദേശം എന്നുള്ളത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആയത്തിലേക്ക് വരുന്ന സമയത്ത്, അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ആയത്തുകളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവിടെ ആവർത്തിച്ച് വരുന്നൊരു തീമുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യത്തെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ ദിനേന കാണാൻ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടത്ര വില കൽപ്പിക്കാതെ അതെന്നും അതേ രൂപത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു സൂറത്തിൽ ഉടനീളം അള്ളാഹു അതിൻ്റെ ഒരു മറുവശം, അതിൻ്റെ ഒരു വിപരീത ചിത്രം നൽകി അള്ളാഹു നമ്മളോട് പറയുന്നത്, ഒന്നാമതായിട്ട് അത് ഡീഫോൾട്ട് അല്ല, അത് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൽകിയതാണ്. രണ്ടാമതായിട്ട് നീ കാണുന്ന ഈ രൂപത്തിലല്ലാതെ അത് ഈ രൂപത്തിലാകാന്നുള്ള അതിൻ്റെ ഒരു വിപരീത ചിത്രവും അള്ളാഹു നൽകുന്നുണ്ട്. തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹു ആ ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതവും മരണവും അല്ല പറഞ്ഞത്, മറിച്ച് തിരിച്ചാണ്, മരണവും ജീവിതമാണ്. അതായത് നിങ്ങൾ ജീവിതത്തെയാണ് ആദ്യം കാണുന്നതെങ്കിൽ അള്ളാഹു പറയാൻ ഡീഫോൾട്ട് എന്നുള്ളത് മരണമാണ്, ഞാൻ നിങ്ങൾക്ക് ജീവിതം എക്സെപ്ഷനായിട്ട് നൽകിയതാണ്. ഒന്ന്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ജഅലലക്കുമുൽ അർള ദലൂലൻ, അത് ഇതേ രൂപത്തിൽ ഭൂമി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാണ്, നിങ്ങളുടെ റിസ്ഖെല്ലാം അവിടെയുണ്ട്. പക്ഷേ ഉടനെ തന്നെ അള്ളാഹു അതിൻ്റെ ഒരു മറുവശം ഐ യഖ്സിഫ ബിക്കുമുൽ അർള്, ആ ഭൂമി ഈ രൂപത്തിലും ആകാം. അതേപോലെ തന്നെ ആ ജിൽജാൽ, ആ ഭൂകമ്പത്തെ സംബന്ധിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാനലോകം, അതും മഴയും അതേപോലെ തന്നെ റിസ്ഖെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു മറുവശം ഉടനെ തന്നെ അയ്യുർസല അലൈക്കും ഹാസിബ. വീണ്ടും ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ വിപരീത ചിത്രം 22-ാമത്തെ ആയത്തിലും അഫമൻ യംശി മുക്കിബൻ അലാ വജ്ഹിഹി, അള്ളാഹു പറയുന്നുണ്ട് മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന ഡീഫോൾട്ട് എന്നുള്ളത് നേരെ തിരിച്ചാണ്. അപ്പോൾ അള്ളാഹു അതിൻ്റെ റിവേഴ്സ് അവിടെ പറയുന്നുണ്ട്. ഈ ഒരു ആയത്ത് കേട്ട ഉടനെ സ്വഹാബികൾ ചോദിക്കുന്നുണ്ടോ, പ്രവാചകരെ അതെങ്ങനെയാണ് അങ്ങനെ നടക്കുക, നമ്മൾ മുഖം കുത്തി എങ്ങനെയാണ് നടക്കുക? അപ്പോൾ റസൂലുള്ള ഉടനെ തന്നെ മറുപടി പറയുന്നുണ്ട്, ഇരുകാലിൽ നിങ്ങളെ നടത്തിയ ആൾക്ക്, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് തലതിരിച്ച് നടത്താനും അള്ളാഹുക്ക് കഴിയുമെന്നുള്ള, അത് മാത്രം റസൂലുള്ള നൽകിയ മറുപടി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായി കാണുന്നതെല്ലാം അതിനെ ഈ രൂപത്തിൽ അതിന് വിപരീത ദിശയിലേക്ക് കൊണ്ടുവരാനും അള്ളാഹുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ആ ഒരു മൈൻഡ് സെറ്റോട് കൂടെ നമ്മൾ ഈ ഒരു ആയത്തിലേക്ക് വരുന്ന സമയത്ത്
അപ്പോൾ പക്ഷികളുടെ അഫ്സൽ ആ ഡീഫോൾട്ട് എന്നുള്ളത് ഭൂമിയാണ്. പറക്കുന്ന സമയത്ത് അള്ളാഹു എക്സെപ്ഷനാണ്. അത് അള്ളാഹു അതിനെ താങ്ങി നിർത്തുകയാണ്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മളും ജീവനുള്ള ഓരോന്നും ആ അള്ളാഹുവിൻ്റെ വെന്റിലേറ്ററിലാണ്. അള്ളാഹു ആണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. അള്ളാഹു ആ സപ്ലൈ നിർത്തുന്നതോടുകൂടെ നമ്മൾ ആ അഫ്സൽ ആ ഡീഫോൾട്ടിലേക്ക് മടങ്ങേണ്ടി വരികയാണ്. ചേർത്ത് വായിക്കേണ്ടത് 21-ാമത്തെ വചനത്തിൽ അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആ ഉപജീവനം, അള്ളാഹു നൽകുന്ന ഉപജീവനം, ആ റിസ്ക് നിർത്തിവെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ആരാണ് നൽകുക? അപ്പം അവിടെ പക്ഷികളുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് റസൂലുള്ള മറ്റൊരു ഹദീസിലും റസൂലുള്ള പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൽ വേണ്ട വിധം ഭരമേൽപ്പിച്ചാൽ ആ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നെല്ലാം റസൂലുള്ള പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഏറെ ഒന്നും ചിന്തിക്കാതെ ദിനേന അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അതെല്ലാം അള്ളാഹു നമുക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം മുഖേന നൽകിയതാണ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്, ഈ ഒരു സൂറത്തിൽ അള്ളാഹിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള റഹ്മാൻ, അള്ളാഹിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന ആ നാമം ആവർത്തിച്ച് അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. 4 തവണ സൂറത്തിൽ ആ റഹ്മാൻ എന്നുള്ള നാമം തന്നെ കടന്നു വരുന്നുണ്ട്. കാരണം ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. അപ്പം ഇനി നമ്മൾ ആ ഒരു ആയത്തിലേക്ക്, പക്ഷികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ആദ്യം അള്ളാഹു മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു, സബഅ സമാവാത്തിൻ തിബാഖ. അതിനുശേഷം താഴെ ഭൂമിയിലേക്ക്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ. ഇനി അതിന് രണ്ടിനുമിടയിലുള്ള ഒരു ജീവിവർഗത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവിടെ ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞ സൂറത്ത് ത്വാഹയിലെ 6-ാമത്തെ വചനത്തിൽ ലഹു മാഫി സമാവാത്തി വമാഫിൽ അർളി വമാ ബൈനഹുമ. ഭൂമിയിലുള്ളതും വാനലോകങ്ങളിലുള്ളതും അതിനിടയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇപ്പോൾ പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് തന്നെ സൂറത്തു നഹ്ലിൻ്റെ 79-ാമത്തെ ആയത്തിൽ അലം യറോ ഇലത്വൈരി മുസഖറാത്തിൻ ഫീ ജൗവി സമാഇ മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി അന്തരീക്ഷത്തിൽ പറക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ല. ശേഷം ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ. അള്ളാഹു പറയാണ്, വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുമ്പിൽ നമ്മുടെ പ്രകൃതിയിൽ പാറിപ്പറക്കുന്ന പക്ഷികൾ ചിന്തിക്കുന്ന ഏതൊരാൾക്കും വലിയ അത്ഭുതമാണ്. അതിൽ നിരവധി ആയത്തുകളുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ നിരവധി നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിലൂടെ എല്ലാം വികസിപ്പിച്ചെടുത്ത പലതും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന പക്ഷികൾക്ക് അത് ഡീഫോൾട്ടായിട്ട് ജന്മനാ തന്നെ അവർക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. പല കഴിവുകളും നമ്മളെ ഏറെ അത്ഭുതപ്പെടുന്നതാണ്. അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് വേഗത, ലോകത്തെ ഏറ്റവും വേഗതയുള്ള ജീവികൾ എന്നുള്ളത് അത് ചീറ്റ എന്നല്ല, മറിച്ച് പക്ഷികളുടെ പരുന്തുവർഗത്തിൽപ്പെട്ട പെരിഗ്രീൻ ഫാൽക്കൺ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. മണിക്കൂറിൽ 188 കിലോമീറ്റർ വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത്. അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേഗത എന്നുള്ളത് മണിക്കൂറിൽ 44 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വേഗതയുള്ള മനുഷ്യനേക്കാൾ 4 ഇരട്ടി വേഗതയിലാണ് വെറും 19 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഈ പക്ഷികൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ച, ഇപ്പോൾ മനുഷ്യൻ ആ പരുന്തിൻ്റെ കണ്ണുകൾ ലഭിച്ചാൽ, ഈഗിൾ വിഷൻ ലഭിക്കുകയാണെങ്കിൽ 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ഒരു ഉറുമ്പ് അരിച്ചു പോകുന്നത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു സൂമിങ് കപ്പാസിറ്റിയാണ് അവരുടെ കണ്ണുകൾക്കുള്ളത്. ഇപ്പോൾ ഈ ഒരു ആയത്തിൽ അള്ളാഹു പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് അവലം യറോ ഇലത്വൈരി ഫൗഖഹും സോഫാത്തിൻ, പ്രത്യേകമായിട്ട് അവരുടെ ആ സ്വഫ് നമുക്കറിയാം, നമസ്കാരത്തിനല്ല, അണികളായിട്ട്, അതല്ലെങ്കിൽ നേരെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നേരെ അവർ ആ ചിറക് വിടർത്തുന്നതിനെ സംബന്ധിച്ചാണ്. അതല്ലെങ്കിൽ സ്വഫായിട്ട് പൊതുവെ നമുക്കറിയാം, ഇപ്പോൾ ദേശാടന കിളികൾ, മൈഗ്രേറ്റിംഗ് ബേർഡ്സ് എല്ലാം അവർ ഈ രൂപത്തിൽ സ്വഫായിട്ടാണ് അത് സഞ്ചരിക്കാറുള്ളത്. അത് മറ്റൊരു കാര്യമാണ്. അത് ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, അപ്പോൾ നമ്മൾ നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടെല്ലാം നമ്മൾ വികസിപ്പിച്ചെടുത്ത GPS-നെ വെല്ലുന്നതാണ് അവരുടെ ഇൻബിൽട്ടായിട്ട് അവർക്ക് ലഭിക്കുന്ന കഴിവുകൾ. ഇപ്പോൾ തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ജന്തുലോകത്തെ ദേശാന്തര ഗമനത്തിൻ്റെ യാത്രകൾ, ഇൻക്രെഡിബിൾ ജേണി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഇപ്പോൾ കോമൺ സ്വിഫ്റ്റ് എന്നുള്ളൊരു പക്ഷി, അത് 10 മാസമാണ് നോൺ സ്റ്റോപ്പായിട്ട് അത് പറക്കുന്നത്. ദേശാന്തര ഗമനത്തിന് വേണ്ടി പറക്കുകയാണ്, നോൺ സ്റ്റോപ്പാണ്. അത് ഭൂമിയിലേക്ക് ഇറങ്ങാതെ 10 മാസം തുടർച്ചയായിട്ട് അത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം നോൺ സ്റ്റോപ്പായിട്ട് എങ്ങനെയാണ് പറക്കുക? അതിന് വിശ്രമം വേണ്ട എന്നാണെങ്കിൽ അവിടെയും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു സിദ്ധി, ആ പറക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉറക്കു മോഡിലേക്ക്, സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. എന്നിട്ട് അത് തളരുന്ന സമയത്ത് അടുത്ത ഭാഗം, ഈ രൂപത്തിൽ വിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 10,000-കണക്കിന് കിലോമീറ്ററുകൾ, കടലുകളും ഭൂഖണ്ഡങ്ങളെല്ലാം താണ്ടി അത് കൃത്യമായിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ GPS സംവിധാനങ്ങൾ എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും ചില സമയത്തെങ്കിലും അതിന് വഴിവഴക്കാറുണ്ട്. പക്ഷേ ഈ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അത് എത്ര ദൂരമാണെങ്കിലും ആ ദൂരം താണ്ടി ആ ഒരു കൃത്യ സ്പോട്ടിൽ അത് എത്തും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സന്ദേശവാഹകരായിട്ട് പക്ഷികളെയെല്ലാം, ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ ടെലഗ്രാഫ് എല്ലാം കണ്ടെത്തുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഇമെയിലും വാട്സപ്പായിട്ടെല്ലാം പക്ഷികളായിരുന്നു വ്യാപകമായിട്ട്. പ്രത്യേകിച്ച്
സൈനിക മേഖലയിലെല്ലാം അവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ശീത ലോകയുദ്ധ കാലങ്ങളിലെല്ലാം അതിനുവേണ്ടി മാത്രം ലക്ഷക്കണക്കിന് പക്ഷികളെ, പ്രാവുകളെല്ലാം ഈ സന്ദേശവാഹകരായിട്ട് മാത്രം അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകളെല്ലാം താണ്ടി ആ ലക്ഷ്യസ്ഥാനത്ത് തെറ്റാതെ എത്തിച്ചേരാൻ സാധിക്കുന്നത്? നിരവധി വിശദീകരണങ്ങൾ ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ മാഗ്നറ്റോ റിസപ്ഷൻ, ഭൂമിയുടെ ആ കാന്തിക മണ്ഡലം, ആ മാഗ്നറ്റിക് ഫീൽഡ് നോക്കി അവ സഞ്ചരിക്കും. ഇപ്പോൾ നൂതനമായിട്ടുള്ള ചില പഠനങ്ങളിൽ ആ കാന്തിക മണ്ഡലം തന്നെ കണ്ണുകൊണ്ട് കാണാനുള്ള അത്ഭുത സിദ്ധി ചില പക്ഷികൾക്കുണ്ട് അത്രേ. അവരുടെ കണ്ണിലുള്ള ക്രിപ്റ്റോക്രോം എന്നുള്ള ഒരു പ്രത്യേക പ്രോട്ടീൻ ഉള്ളത് കാരണം അതവർക്ക് കാണാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൻ്റെ പ്രകൃതം നൽകുകയും വഴി കാണിക്കുകയും ചെയ്തവനാണ് എൻ്റെ രക്ഷിതാവ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷികളായിട്ട് തന്നെ ബന്ധപ്പെട്ട് അവസാനമായിട്ട് ഏറെ അത്ഭുതപ്പെടുത്തി അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഒരല്പം മുമ്പ് ആ ജന്തുലോകത്തെ വൈവിധ്യങ്ങളെ വിവരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി, ആറ്റംബർഗിൻ്റെ പെർഫെക്റ്റ് പ്ലാനറ്റ് എന്നുള്ള ഒരു ഡോക്യുമെൻ്ററി സീരീസ് കണ്ടത് ഓർക്കുന്നുണ്ട്. അതിൽ പക്ഷികളെ സംബന്ധിച്ച്, ഇപ്പോൾ ഫ്ലമിംഗോ പക്ഷികളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഏകദേശം മുഴുവൻ ഫ്ലമിംഗോ പക്ഷികളും ഒരു പ്രത്യേക സമയത്ത് അവിടെ തൻസാനിയയിൽ ഒരു അഗ്നിപർവ്വത തടാകത്തിൽ അവർ ദേശാന്തര ഗമനം നടത്തി അവിടെ സംഗമിക്കുന്നുണ്ട്. ഏകദേശം 2 മില്യൺ 20 ലക്ഷത്തോളം ഫ്ലമിംഗോ പക്ഷികളാണ് അവിടെ സംഗമിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഫ്ലമിംഗോ സംഗമത്തിൻ്റെയൊക്കെ ഏരിയൽ വ്യൂ അതിമനോഹരമാണ്. അപ്പം അവരൊന്നടങ്കം സംഗമിക്കുന്ന ഈ തടാകം നാട്രോൺ തടാകം എന്നുള്ള പേരിൽ കുപ്രസിദ്ധമാണ്. ജീവനുള്ള ഏത് വസ്തുവിനെയും കല്ലുകളാക്കി മാറ്റുന്ന തടാകമെന്നെല്ലാം അത് അറിയപ്പെടാറുണ്ട്. കാരണം ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും വരുന്ന വർദ്ധിച്ച നൈട്രോ കാർബണേറ്റ് പോലെയുള്ള കെമിക്കലുകളുടെ സാന്നിധ്യം കാരണം ആ തടാകത്തിലേക്ക് ഏത് ജീവി വീണാലും ഉടനെ തന്നെ അതിനെ കല്ലുകളാക്കി, അല്ലെങ്കിൽ ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ മമ്മി പോലെ കല്ലുകളാക്കി മാറ്റും എന്നുള്ളതാണ്. ഈ ഒരു തടാകത്തിൻ്റെ തീരത്തേക്കാണ് ഒരു പ്രത്യേക സമയത്ത് അവിടെയുള്ള ലക്ഷക്കണക്കിന് ഫ്ലമിംഗോകൾ 2 മില്യണോളം അവിടെ മൈഗ്രേറ്റ് ചെയ്ത് സംഗമിക്കുന്നത്. ആ ഒരു കെമിക്കലിനെ അതിജയിക്കാനുള്ള ഒരു സ്കിന്ന് അവക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവർ ഒന്നടങ്കം അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ആ തള്ളപ്പക്ഷികൾ, ആ തള്ള ഫ്ലമിംഗോകൾ അകലെയുള്ള ഒരു ശുദ്ധജല തടാകത്തിലേക്ക് വെള്ളം തേടി പോകും. പിന്നീട് ഈ കുഞ്ഞുങ്ങൾ ഒരല്പം വളർന്ന് നടക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ആ തള്ളപ്പക്ഷികളെയും തേടി ലക്ഷക്കണക്കിന് വരുന്ന ആ ഫ്ലമിംഗോ കുഞ്ഞുങ്ങൾ ഒന്നടങ്കം ആ ശുദ്ധജല തടാകത്തിലേക്ക് അവർ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരുപോലെയാണ്. എങ്ങനെയാണ് മാതാവിനെ തിരിച്ചറിയുക? അവർ പറയുന്നുണ്ട്, ഓരോ കുഞ്ഞും ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അത് അതിൻ്റെ മാതാവിന്, തള്ളപ്പക്ഷിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും ഒരു യുണീക്കായിട്ടുള്ള ഒരു ശബ്ദമുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ഉടനെ അന്ന് മനസ്സിലേക്ക് വന്നൊരായത്ത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. രക്ഷിതാക്കൾ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ എന്നുള്ളൊരു പ്രയോഗം ആയത്തിൽ വരുന്നുണ്ട്. ആയത്തിൻ്റെ വിഷയം മറ്റൊന്നാണ്. അത് റസൂലുള്ളാഹിനെ അവർ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഈ ഒരു സംഭവം കേട്ട ഉടനെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ആയത്തായിരുന്നു. ഇനി നമ്മൾ ആ സൂറത്തുൽ മുൽക്കിൻ്റെ ആയത്തിലേക്ക് തന്നെ മടങ്ങി വരാണ്. ശേഷം അള്ളാഹു പറയുന്നത്, മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ആണ് അവയെ താങ്ങി നിർത്തുന്നത്. അപ്പോൾ അവിടെ താങ്ങി നിർത്തുക എന്നുള്ളതിൻ്റെ വിവക്ഷ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് ഗ്രഹിക്കാവുന്നതാണ്. മുഫസ്സിറുകളും ആ രൂപത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേലേക്ക് എന്ത് എറിഞ്ഞാലും അതിനെ ഗ്രാവിറ്റി ഉടനെ തന്നെ അതിനെ താഴേക്ക് പുള്ളെയ്യാറുണ്ട്. പക്ഷേ ആ ഗുരുത്വാകർഷണത്തെ എല്ലാം അതിജയിച്ച്, ആ വായുവിൻ്റെ പ്രതിരോധം എല്ലാം അതിജയിച്ച് അവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരഘടനയും അതേപോലെ തന്നെ ചിറകുകളെല്ലാം നൽകി അള്ളാഹു അതിനെ നിലനിർത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പക്ഷികളെ അനുകരിച്ചുണ്ടാക്കിയ ഫ്ലൈറ്റുകൾ അതിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. അള്ളാഹിൻ്റെ കാരുണ്യമാണ് അതിനെ നമുക്ക് മെരുക്കി അല്ലെങ്കിൽ വിധേയമാക്കി തന്നു. ദരൂലൻ എന്നുള്ള പദം, ടൺ കണക്കിന് ഭാരം നമ്മളെയും വഹിച്ച് അത്രയും വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഫ്ലൈറ്റ് സ്മൂത്തായിട്ട് അതിലൂടെ പോകുന്നത് അള്ളാഹു നമുക്കത് വിധേയമാക്കി തന്നതുകൊണ്ടാണ്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. ഇപ്പോൾ സമാനമായിട്ട് സൂറത്തുൽ ഫാത്തിറിൻ്റെ 41-ാമത്തെ വചനത്തിലും ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല അള്ളാഹു പറയുന്നുണ്ട്, ആകാശങ്ങളെയും ഭൂമികളെയും ആ യഥാസ്ഥാനങ്ങളിൽ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു ആണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൻ്റെ 65-ാമത്തെ വചനത്തിലും അവിടെയും ആ ഉപരിലോകത്തെ ഇതേ രൂപത്തിൽ നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അതിനെ സാധ്യമാക്കുന്ന രൂപത്തിലുള്ള പ്രത്യേക ഘടനയും പ്രാപഞ്ചിക നിയമങ്ങളും ബലങ്ങളെല്ലാം നൽകി അള്ളാഹു അതിനെ താങ്ങി നിർത്തി എന്നുള്ളതാണ്. അത് അള്ളാഹു അനുഗ്രഹമായിട്ട് എടുത്തു പറയുകയാണ്. ഇനി ശേഷം ആ പക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തുകൾ നമ്മൾ ആ സൂറത്ത് മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. 20-ാമത്തെ ആയത്തിൽ അള്ളാഹു അവൻ്റെ സൈന്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അമ്മൻ ഹാദല്ലദി ഹുവ ജുൻദുൻ ലക്കും യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അള്ളാഹുവിൻ്റെ ആ സൈന്യത്തെ സംബന്ധിച്ച് അവിടെ പക്ഷികളായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവരെ തന്നെ സൈന്യമായിട്ട് അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ നേരത്തെ നമ്മൾ പറഞ്ഞത്. അതുമാത്രമല്ല, അവൻ്റെ സൃഷ്ടികളിൽ എന്തിനേയും അവന് സൈന്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാം അവൻ അവകാശപ്പെടുന്നതാണ്. ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർളി വമാ ബൈനഹുമ. സൃഷ്ടികൾ മാത്രമല്ല, അപ്പോൾ
പ്രകൃതി പ്രതിഭാസങ്ങളെപ്പോലെ. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ അഹ്സാബ് യുദ്ധത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീറയിൽ. അപ്പോൾ അവിടെ അള്ളാഹു അർസൽന അലൈഹിം റീഹൻ വജുനൂദൻ ലൻ തറൗഹ, അള്ളാഹു അവിടെ പറയും ആ കാറ്റിനെയും മലക്കുകളെയെല്ലാം അയച്ച് അതിനെ പ്രതിരോധിച്ച ആ ഒരു ചരിത്രമെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിലും സീറയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അള്ളാഹു റിസ്ഖിനെ സംബന്ധിച്ചാണ് പറയുന്നത് 21-ാമത്തെ ആയത്തിൽ, അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. അപ്പോൾ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ആണ് നിങ്ങളുടെ അന്നദാതാവ്. അവന് നൽകുന്ന ഉപജീവനം നിർത്തിവെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ആരാണ് നൽകുക? അതാണ് അവിടെ വരുന്ന ചോദ്യം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ കാര്യം തന്നെ തൊട്ടു മുമ്പ് ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അള്ളാഹു അവിടെ പറഞ്ഞിരുന്നു. 15-ാമത്തെ ആയത്തിൽ, ഫംഷൂഫി മനാക്കിബിഹ വ കുലൂമി റിസ്ഖിഹി, നിങ്ങൾ ആ ഭൂമിയിൽ നിങ്ങൾ നടക്കുക, അവൻ്റെ ഉപജീവനം അള്ളാഹ് നൽകുന്ന ഉപജീവനത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക. അപ്പോൾ ആ ഒരു റിസ്ഖിനെ അള്ളാഹു വീണ്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ മനോഹരമാണ്. കാരണം ഈ സൂറത്തിൻ്റെ മൊത്തം തീമുമായിട്ട് അതിനെ ചേർത്ത് വെക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ സൂറത്തിൽ അള്ളാഹിൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ച്, അള്ളാഹിൻ്റെ പവറിനെ സംബന്ധിച്ച്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നൽകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആ സൂറത്തിൽ പറയുന്നത്. ഈ ഒരു സൂറത്തിൻ്റെ ആരംഭം തന്നെ അതായിരുന്നു കാണിച്ചത്, തബാറക്കല്ലദി. ആ തബാറക്ക് എന്നുള്ള ഒരു വിശേഷണം അത് അള്ളാഹ്ക്ക് മാത്രം അർഹായതാണ്, അള്ളാഹുവിനോട് മാത്രമേ അത് ചേർത്ത് പറയാൻ സാധിക്കൂ. അതല്ലാതെ ഇപ്പോൾ മുബാറക്ക് എന്നത് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വജഅൽനി മുബാറക്കൻ ഐനമാ കുൻത്, മുബാറക്ക് എന്ന് പറയാം. പക്ഷേ തബാറക്ക് അല്ലെങ്കിൽ സുബ്ഹാന ഇതെല്ലാം അള്ളാഹുവിനോട് മാത്രം, അള്ളാഹു മാത്രം അർഹിക്കുന്ന വിശേഷണങ്ങളാണ്. അപ്പം അള്ളാഹുവിന് മാത്രം അർഹമായിട്ടുള്ള അല്ലെങ്കിൽ അവന് മാത്രം നൽകാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രപഞ്ചത്തിൽ അവന് മാത്രമാണ് സൃഷ്ടാവും ആരാധ്യനായിട്ടുള്ളവനെന്ന് ആ സൂറത്തിൽ ആവർത്തിച്ച് അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. അപ്പം അതിനിടയിലാണ് ആ റിസ്ഖിനെ സംബന്ധിച്ച്, ഉപജീവനത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ചോദ്യം കടന്നു വരുന്നത്. 2 തവണ അതേ കാര്യം അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അവനാണ് ഭൂമിയിലുള്ള അവൻ്റെ സർവ്വ സൃഷ്ടികൾക്കും ആ ഉപജീവനം നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 60-ാമത്തെ വചനത്തിൽ, വക അയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വ ഇയ്യാക്കും, അള്ളാഹു പറയുന്നുണ്ട് സ്വന്തം ഉപജീവനത്തിൻ്റെ ചുമതല വഹിക്കാത്ത ഭൂമിയിലുള്ള എത്ര ജീവികളുണ്ട്. അല്ലാഹു യർസുഖുഹാ വ ഇയ്യാക്കും, അള്ളാഹുവാണ് അവക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളുടെയും അന്നദാതാവായിട്ടുള്ളവൻ അർ റസാഖ്. നേരത്തെ ആ ഹദീസിലും റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ നേരാം വണ്ണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ല റസഖക്കും കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സൂറത്തുൽ അങ്കബൂത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു ഭരമേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ പക്ഷികളുടെ ഉപജീവനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, ഇപ്പോൾ നിലവിലുള്ള ബൈബിളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശുക്രിസ്തു പറഞ്ഞതായിട്ട് അവർ ഉദ്ധരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾക്കൊരിക്കലും 2 യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കും, അതല്ലെങ്കിൽ മറ്റേ ആളോട് വിരോധം കാണിക്കും. അപ്പോൾ 2 യജമാനന്മാർ, ഒന്ന് ദൈവവും മറ്റേത് സമ്പത്തുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നാളെ എന്ത് കുടിക്കും, നാളെ എന്ത് ഉടുക്കും, അതിനെ സംബന്ധിച്ച് ഓർത്ത് നിങ്ങൾ പരിഭ്രാന്തരാകരുത്. ആകാശത്തുള്ള പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായിട്ടുള്ള ദൈവം അവരെ തീറ്റുന്നു. നിങ്ങൾ അവയേക്കാൾ മൂല്യമുള്ളവരല്ലേ? അതാണ് ചോദ്യം. അപ്പോൾ ചുരുക്കത്തിൽ ആ സർവ്വ സൃഷ്ടികളുടെയും അന്നദാതാവായിട്ടുള്ളവനാണ് അള്ളാഹു. അന്നല്ലാതെ ഒന്നിനും ഒരു സൃഷ്ടിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. എല്ലാം അതിനെ ആശ്രയിക്കുന്നു, എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, അന്നം കഴിക്കുന്ന ഒരാൾക്കൊരിക്കലും സൃഷ്ടാവാകാൻ അല്ലെങ്കിൽ ദൈവമാകാനും കഴിയില്ല. കാരണം അതൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അന്നം നൽകുന്നവന് മാത്രമേ സൃഷ്ടാവാകാനുള്ള യോഗ്യത ഉള്ളൂ എന്നുള്ളത്, അർ റസാഖ് എന്നുള്ള നാമം. അപ്പോൾ അവിടെ ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ. ആ സൂറത്തുൽ മാഇദയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന് മീതെ ആ ദിവ്യത്വം ആരോപിച്ച അനുയായികളെ മുഴുവൻ അവസാന നാളിൽ ആ പരലോകത്ത് വെച്ച് അദ്ദേഹം തള്ളിപ്പറയുന്ന ആ ഭീകര നിമിഷങ്ങളെല്ലാം ആ സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ ആ ദിവ്യത്വം ആരോപിച്ച ആളുകളെ ഖണ്ഡിക്കുന്നതിനിടയിൽ 75-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, കാന യഅ്കുലാനി ത്വആം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും രണ്ടാളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അപ്പം അതെന്തുകൊണ്ട് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, അതിലേക്ക് വരാം. അതിനു മുമ്പ് തൊട്ടടുത്തുള്ള അധ്യായം പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം ഖുർആനിലെ ഏറ്റവും പവർഫുൾ സൂറത്തുകളിലൊന്നാണ്. അതിൻ്റെ അവതരണമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ള പറയുന്നുണ്ട്, ആ സൂറത്ത് നൽകിയത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ആ ഒരു അധ്യായം റസൂലുള്ളാഹിക്ക് നൽകിയത്. അള്ളാഹിൻ്റെ ആ ഒരു ഏകത്വം അല്ലെങ്കിൽ അവൻ്റെ ദിവ്യത്വം എല്ലാം അതിശക്തമായിട്ട് സ്ഥാപിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സൂറത്താണ്. പ്രത്യേകിച്ച് ആ സൂറത്തുൽ അൻആമിൻ്റെ 90 മുതലുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആ ഒരു സൂറത്തിലും വളരെ ശക്തമായിട്ട് അള്ളാഹുവിൻ്റെ ആ ദിവ്യത്വം, ആ തൗഹീദ് സ്ഥാപിക്കുന്നതിനിടയിൽ അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യം 14-ാമത്തെ ആയത്തിൽ, വഹുവ യുത്ഇമു വലാ യുത്അം,
അവനാണ് നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ, അവനാരും ആഹാരം നൽകപ്പെടുകയില്ല. അതായത് അള്ളാഹുവാണ് അന്നദാതാവ്, അവൻ ആരോടും അന്നം സ്വീകരിക്കുന്നില്ല. ശേഷം ആ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ആയത്ത് സൂറത്ത് ദാരിയാത്തിൻ്റെ 57 58 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാനായിട്ട്, അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ശേഷം ഉടനെ പറയുന്ന കാര്യം നോക്കുക, അടുത്ത ആയത്തിൽ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരിൽ നിന്നും ഞാൻ ഒരു ഉപജീവനവും ആഗ്രഹിക്കുന്നില്ല, അവരാരും എനിക്ക് ഭക്ഷണം നൽകേണ്ടതുമില്ല. ശേഷം ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹുവാണ് ആ ഉപജീവനം, ആ അന്നം നൽകുന്നവൻ, അവൻ ശക്തനാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് അവിടെയും അള്ളാഹു ആ ഉപജീവനം നൽകുന്നതിനെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം അള്ളാഹു ആവർത്തിച്ച് സ്ഥാപിക്കുന്നൊരു കാര്യം, അന്നദാതാവായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സൃഷ്ടാവാകാൻ പറ്റൂ എന്നുള്ളത്. അതല്ലാത്ത ഒരാൾ, അയാളുടെ ശരീരം അല്ലെങ്കിൽ അയാൾ സദാ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൃഷ്ടാവ് എന്നുള്ള അർത്ഥം വരുന്ന സൂറത്തുൽ ഫാത്തിറിൻ്റെ 15-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, അള്ളാഹു മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിലേക്ക് നിങ്ങൾ ആശ്രിതരാണ്, നിങ്ങൾ ആവശ്യക്കാരനാണ്. അതേസമയം അള്ളാഹു ആകട്ടെ അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ നിരാശ്രയനാണ്. അവൻ ഒരാളെയും ഭക്ഷണത്തിന് ഒന്നിനും ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ, റസാഖായിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ സൃഷ്ടാവാകാൻ കഴിയൂ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ആ ദിവ്യത്വം ആരോപിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തിയും അയാളുടെ ശരീരം, അയാൾ സദാ ആ ശരീരത്തിന് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഭക്ഷണം കിട്ടാതെ ആകുന്നതോടുകൂടി ആ ശരീരം ദുർബലമാവാണ്. അതേപോലെ തന്നെ അയാൾ നൽകിയ ഭക്ഷണം അത് മറ്റൊരു രൂപത്തിൽ പുറന്തള്ളേണ്ടതുണ്ട്. അപ്പോൾ ഈ ദുർബലതകളിൽ അല്ലെങ്കിൽ ഒന്നിനെ സദാ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദൈവമാകാൻ കഴിയുക? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ഭക്ഷണം, ആ റിസ്ക് നൽകിയതിനെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ്റെ ആ പ്രഥമ സംബോധിതരായിട്ടുള്ള ഖുറൈശികളോടും അള്ളാഹു ആ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സൂറത്ത് ഖുറൈശിൽ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അള്ളാഹു ആദ്യം ആ ഭക്ഷണം നൽകിയതിന് അവിടെയും അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൻ നൽകിയ റിസ്ക്കും മറ്റ് അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിക്കുന്ന നിങ്ങൾ, അവൻ നൽകിയ കണ്ണും കാതും തുറന്നു വെച്ച് ചിന്തിച്ച് അവൻ അറിയുക. 23-ാമത്തെ ആയത്ത്, കാരണം ഖുൽ ഹുവല്ലദീ അൻശഅക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. അപ്പം അതുകൊണ്ട് അവൻ അറിഞ്ഞ് ആ ജീവിതത്തെ അവന് സമർപ്പിക്കുക, നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുക. ആയത്തിൻ്റെ അവസാനം ഖലീലമ്മാ തഷ്കുറൂൻ, അള്ളാഹു പറയുന്നുണ്ട്, പക്ഷേ ഒരല്പം മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. അപ്പം അതാണ് ആ നേരായിട്ടുള്ള യാഥാർത്ഥ്യം. അതല്ലാതെ തലകീഴായിട്ടല്ല യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കേണ്ടത്. ആ തുടക്കം മുതൽ അള്ളാഹു ആ തല ഉയർത്തി അവന് നൽകിയ ബുദ്ധിയും വിവേകമെല്ലാം ഉപയോഗിച്ച് ചുറ്റുപാടിലേക്കും ഉപരിലോകത്തേക്കെല്ലാം നോക്കാനാണ് അള്ളാഹു തുടക്കം മുതൽ ആഹ്വാനം ചെയ്യുന്നത്. അതല്ലാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഷൻ മുക്കിബൻ അലാ വജ്ഹിഹി 22-ാമത്തെ ആയത്ത്. ആ രൂപത്തിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതേ രൂപത്തിലായിരിക്കും മരണാനന്തര ജീവിതത്തിലും പുനർജനിക്കുക. സമാനമായിട്ട് സൂറത്തുൽ ഇസ്രാഇൻ്റെ 72-ാമത്തെ വചനത്തിൽ വമൻ കാന ഫി ഹാദിഹി അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ, ഈ ലോകത്ത് അന്ധത ബാധിച്ച ആളുകൾ അവർ മരണാനന്തര ജീവിതത്തിലും അന്ധരായിട്ട് അവർ പുനർജനിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ സ്വഹാബികളിൽ റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ ഉന്നത വിജയങ്ങൾ കൈയടക്കിയ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അന്ധന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്ന അന്ധത എന്നുള്ളത് അത് കണ്ണിൻ്റെ അന്ധത അല്ല, മറിച്ച് കണ്ണുണ്ടായിട്ടും അന്ധത നടിച്ച ആളുകൾ, ഹൃദയത്തിന് ബാധിച്ച അന്ധതയെ സംബന്ധിച്ചാണ്. ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. തീർച്ചയായിട്ടും അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് അവരുടെ ഹൃദയങ്ങളെയാണ്. സൂറത്തുൽ ഹജ്ജിൻ്റെ 46-ാമത്തെ ആയത്ത്. അപ്പോൾ അന്ധത ബാധിക്കാത്ത ഹൃദയങ്ങളുള്ളവരെ നിങ്ങൾ ആ കണ്ണ് തുറന്ന് യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ കാണുക. ഇനി നമ്മൾ ആ സൂറത്തിൻ്റെ അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ 23 മുതലുള്ള ആയത്തുകളിൽ ആ കുൽ അള്ളാഹു പറയുക എന്നുള്ള ആ ഒരു കൽപ്പനയോടുകൂടെ അത് 6ഓളം തവണ പിന്നീട് അങ്ങോട്ട് ആവർത്തിക്കുന്നുണ്ട്. അപ്പം അവിടെ മുതൽ ആ സംബോധനാ രീതി മാറുന്നുണ്ട്. ആ ഒരു സംബോധനാ രീതി മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രാഥമികമായിട്ടും അതല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടർന്നവരിലൂടെയാണ് അള്ളാഹു പിന്നീട് അഡ്രസ്സ് ചെയ്യുന്നത്. ആ സൂറത്തിൻ്റെ ഉസ്ലൂബ് സ്റ്റൈല് പരിശോധിക്കുന്ന സമയത്ത്, ആ സംബോധന മാറുന്ന സമയത്ത് ആ സൂറത്തിൻ്റെ പാറ്റേണും മാറുന്നത് ശ്രദ്ധേയമാണ്. ആദ്യത്തെ 21 ആയത്തിൻ്റെ എൻഡിങ് ഒരേ പാറ്റേണിലാണ്. അറാ എന്നുള്ള അക്ഷരത്തിൽ ഖദീർ, ഗഫൂർ, ഫുതൂർ അതേ രൂപത്തിലാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ നൂനും അല്ലെങ്കിൽ മീമും വരുന്ന ആ ഒരു പാറ്റേണാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമാണ്. ഇനി അവസാനത്തെ 30-ാമത്തെ ആയത്ത് ശക്തമായിട്ടുള്ളൊരു ചോദ്യത്തോടു കൂടെയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതെങ്ങാനും വറ്റിപ്പോവുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ആ ഒഴുകുന്ന ആ ഉറവ അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ടുവന്ന് തരിക? അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ആ ജീവൻ്റെ അടിസ്ഥാനം എന്നുള്ളത് വെള്ളമാണ്. എലിക്സർ ഓഫ് ലൈഫ് എന്നെല്ലാം പറയാറുണ്ട്.
വെള്ളമില്ലെങ്കിൽ ജീവനില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ ആയത്തിൽ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അള്ളാഹു പറയുന്നുണ്ട്, ജീവനുള്ള എല്ലാത്തിനെയും ഞാൻ ആ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്ന ആ വെള്ളം നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള കാരുണ്യത്തിൻ്റെയും അവൻ്റെ ആധിപത്യത്തിൻ്റെ എല്ലാം നിദർശനങ്ങളാണ്. ഇപ്പോൾ കാരുണ്യമാണെന്ന് മനസ്സിലായി, പക്ഷേ അതെങ്ങനെയാണ് അവൻ്റെ ആധിപത്യമായിട്ട് അതിനെ ബന്ധിപ്പിക്കുക? അവിടെയാണ് ഈ സൂറത്തിൻ്റെ തുടക്കവും ഒടുക്കവും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം, അവൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ബി യദിഹിൽ മുൽക്ക്, അല്ലെങ്കിൽ സബഅ സമാവാത്തിൻ തിബാഖ, 7 വാനലോകങ്ങളിലുള്ള അവൻ്റെ അധികാരം എല്ലാം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതേസമയം അവസാനം ആ വെള്ളത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിലൂടെയാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ആധിപത്യം എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ രണ്ടിനെയും, അതായത് അതിൻ്റെ തുടക്കവും ഒടുക്കവും മനോഹരമായിട്ട് സൂറത്തുൽ ഹൂദിൻ്റെ 7-ാമത്തെ ആ ഒരു വചനത്തിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ വകാന അർശുഹു അലൽ മാ. 6 ഘട്ടങ്ങളിലായിട്ട് ആ 7 ഉപരിലോകങ്ങളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും അതിനും മീതെ അവൻ്റെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന അർശിനെ സംബന്ധിച്ചും ആ ജലത്തിനു മീതെയുള്ള അർശിനെ സംബന്ധിച്ചും അള്ളാഹു അവിടെ പറയുകയാണ്. അപ്പം അള്ളാഹു ആ പാനജലം മഴയിലൂടെയും ഭൂമിയിലുള്ള ഉറവകളിലൂടെയും നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് ആരാണത് നിങ്ങൾക്ക് നൽകുക? അതാണ് ചോദ്യം. അപ്പം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതും ഉപ്പുജലാക്കി മാറ്റാൻ യാതൊരു പ്രയാസവുമില്ല. അത് രണ്ടും വേർതിരിച്ച ഒരു വലിയ അനുഗ്രഹത്തെ ഖുർആനിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിറും അതേപോലെ തന്നെ സൂറത്തുർ റഹ്മാനിലല്ല മറജൽ ബഹ്റൈനി യൽതഖിയാൻ അള്ളാഹു അവിടെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡീഫോൾട്ട് എന്നുള്ളത് ഉപ്പുജലാണ്. മൊത്തം ജലത്തിൻ്റെ 97% ഉപ്പുജലാണ്. ബാക്കി വരുന്ന ആ 3%-ത്തിൽ ആ 2% മനുഷ്യന് അക്സസിബിൾ അല്ലതാനും. അത് ഐസും മഞ്ഞുമായിട്ട് മറ്റുള്ള മേഖലയിലാണ്. പിന്നീട് വരുന്ന ഒരേ 1% മാത്രമാണ് നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളായിട്ട് ഭൂമിയിലുള്ളത്. അത് എക്സെപ്ഷനാണ്. അള്ളാഹു അല്ലാതെ ആ വെള്ളം നിങ്ങൾക്ക് ആരാണ് നൽകുക? അതാണ് ചോദ്യം. അള്ളാഹു നൽകുന്ന ആ വെള്ളം ഒരേ സമയം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ദാഹശമനിയാണ്. ആത്മാവിൻ്റെ ദാഹശമനി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഖുർആനിലും ഹദീസിലെല്ലാം പല സ്ഥലത്തും ആ പരിശുദ്ധ ഖുർആനെ മഴയോട് അല്ലെങ്കിൽ വെള്ളത്തോട് ഉപമിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അള്ളാഹു ആ വെള്ളം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, അള്ളാഹു ആ വെളിച്ചം, അവൻ്റെ ഹിദായത്താകുന്ന വെളിച്ചം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ സദാ ആ ഇരുട്ടിൽ കഴിയേണ്ടി വന്നേനെ. ആ ഒരു വെളിച്ചത്തെ മരണം വരെ മുറുകെ പിടിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോൾ ഇവിടെ ഈ ഒരു സൂറത്ത് അതിൻ്റെ ഒരു ഉള്ളടക്കം ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ അതിൻ്റെ പല ഭാഗവും വേണ്ടത്ര രൂപത്തിൽ കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ആ സൂറത്ത് മനപ്പാടാക്കാനും ആ സൂറത്തുമായിട്ട് പുതിയൊരു ആത്മബന്ധം വളർത്തിയെടുക്കാനെല്ലാം പറയുന്ന ഞാനും നിങ്ങളും അതിനു വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വിശദീകരണത്തിൽ പല ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു ഈ ഒരു സൽക്കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ലാ തുസിയ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.